Hello, good morning. Good morning. Good morning, ma'am. Morning, ma'am. Good morning. Yes, good morning. Let's start with a prayer. Ready? Ready ആണോ? ആരാണ് ready ആയിരിക്കുന്നത്? Okay, okay. Yes. കരുണാതൻ കാതലേ കൈതൊഴാം, സ്നേഹക്കടലേ എൻ ദൈവമേ കൈതൊഴാം, മഹിമാതൻ കോവിലേ കൈതൊഴാം, തൊഴാം മഹിതൻ വെളിച്ചമേ കൈതൊഴാം. ഒരു ചേറു കൈത്തിരിയേന്തി ഞാൻ നിന്റെ അരികിലായ അർച്ചനയ്ക്കെത്തവേ, കനിവിൻ കടാക്ഷങ്ങളെ ഗണേ, എന്റെ കരളിലാമൃതം പൊഴിക്കണേ. അവിവേകശാലികൾ പാപികൾ ഞങ്ങൾ അഹിതങ്ങൾ വല്ലതും ചെയ്യുകിൽ, അഖില പ്രേകാണ്ഡ പ്രകാശമേ ഞങ്ങൾ കരുളേണേ മാപ്പു നീശ്വരാ. വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രയർ സോങ് ആയിരുന്നു അല്ലെ. നല്ല രസമുണ്ടായിരുന്നു, വളരെ മീനിങ്ഫുള്ളും ആണ് അല്ലെ. അതിന്റെ വേർഡ്സ് ഒക്കെ കേൾക്കുമ്പോ വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു പോയമാണ്, ഒരു പ്രയർ സോങ് ആണ് പറയാം. ശരിയാണ്, പല കാര്യത്തിലും നമ്മൾ അവിവേകികളാണ്. അതിലൊക്കെ നമ്മളെ നയിക്കുന്നത് നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന ഒരു ശക്തിയാണ്. ഓക്കെ, വെരി ഗുഡ് അലീസ. ഇതുപോലെ ഇങ്ങനെ പ്രയർ സോങ് ആണെങ്കിലും നല്ലതാണ് കേട്ടോ. ആർക്ക് വേണമെങ്കിലും നമുക്ക് എവിടെയെങ്കിലൊക്കെ വല്ല ബുക്കുകളിലിപ്പോ ഉണ്ടാവുമല്ലോ, നമുക്ക് ഒരു പ്രാർത്ഥനയാണ് അല്ലെ. പ്രാർത്ഥന എന്ന് പറഞ്ഞത് ഒരു യാചനയാണ്. ആരോടുള്ള യാചനയാണ്? ഈശ്വരനോട് അല്ലെ. ഈശ്വരൻ എന്ന് പറയുന്ന ഒരു ശക്തിയോടുള്ള ഒരു യാചനയാണ് തീർച്ചയായിട്ടും. അപ്പൊ അത് നമുക്ക് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ശക്തി പകരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു യാചനയാണ്. അതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അത് ഏത് രീതിയിലും നമുക്ക് അവതരിപ്പിക്കാം, വേർഡ്സ് ആയിട്ടും ഇതുപോലെ ഒരു പാട്ടായിട്ടും ഒക്കെ. എന്തായാലും അത് സ്വീകാര്യമാകുന്ന ഒരു സ്ഥലം അവിടെ തന്നെ ഉണ്ട് അല്ലെ. തീർച്ചയായിട്ടും ഇതുപോലെ എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് മാറി മാറിയൊക്കെ എല്ലാവരും ചെയ്യാം കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, എല്ലാവരും ഇങ്ങനെ മുന്നിലേക്ക് വരണം. നമ്മൾ ഓരോരുത്തരും അത് എന്റെയും കൂടിയും എനിക്കും പറ്റും, നമ്മൾ അങ്ങനെ മാറി നിൽക്കേണ്ട ആവശ്യമില്ല. എനിക്കും പറ്റും എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് വരാം. ഓക്കെ, നന്നായിരുന്നു അലീസ, ബ്യൂട്ടിഫുൾ ആയിരുന്നു, മീനിങ് ഫുൾ ആയിരുന്നു കേട്ടോ. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ്സിൽ നമുക്ക് എടുക്കുന്ന ഭാഗം ഒരു കുറച്ചുകൂടി ഉള്ളൂ, ശകലം മാത്രമേ ഉള്ളൂ അല്ലെ. ഇത്തിരി കോളുള്ളൂ പഠിക്കാനായിട്ട്. ബാക്കി നമ്മളുടെ കഴിഞ്ഞ ചാപ്റ്ററിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തന്നിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വായിക്കാം. എന്താണ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നതിന്റെ ആൻസേഴ്സ് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കും. പറയുന്ന ആളതൊന്ന് ആൻസർ പറഞ്ഞാൽ മതി. അടുത്ത ബാക്കി ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതും, പിന്നെ ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എഴുതാം. ഓക്കെ, ഷാൽ വി സ്റ്റാർട്ട്? റെഡിയാണോ എല്ലാവരും? എല്ലാവർക്കും ഒരു ദിവസമൊക്കെ അല്ലേ കാണുന്നുള്ളൂ ആഴ്ചയില്. അപ്പൊ ആ ഒരു വലിയ അപ്പൊ അവിടെ ഫില്ല് ചെയ്യരുത്. ശരിക്കും ഒരു ബുധനാഴ്ച കഴിഞ്ഞ് പിന്നെ അടുത്ത നമ്മൾ തമ്മിൽ കാണാം. അപ്പൊ അത്രയും ഒരു ഡിസ്റ്റൻസിൽ തന്നെ നമ്മള് ഒന്നിങ്ങനെ ഇന്ററാക്ട് ചെയ്ത് വീണ്ടും നമ്മള് ആ ഒരു പരിചയം പുതുക്കണം പോലെ വരണം. കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോ ഓക്കെ ആവും അല്ലെ. എനിക്കത് അങ്ങോട്ട് ഭയങ്കര ഡിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ചിലപ്പോ അങ്ങനെ ഒരു ഇന്റിമസി വരുന്നത് കൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് കിട്ടോ അങ്ങനെ? കുറേ ദിവസമായല്ലോ പിള്ളേരെ കണ്ടിട്ട് എനിക്ക് തോന്നാറുണ്ട്. എനിക്ക് തോന്നില്ല? ഓക്കെ, അപ്പൊ കുഴപ്പമില്ല. അപ്പൊ എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും തോന്നുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ കുറച്ച് ഭാഗമുള്ളൂ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത് ഡയറ്ററി റിക്വയർമെന്റ്സ് ആണ് അല്ലെ. കുട്ടികൾക്ക് വേണ്ട ഡയറ്റ് പ്ലാൻ, അല്ലെങ്കിൽ അവരുടെ ഡയറ്റിന് വേണ്ട ചില കാര്യങ്ങൾ, അവരുടെ ബോഡിക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് അവർക്ക് കിട്ടണം. അത് അവർ കഴിക്കുന്ന ഫുഡിൽ നിന്ന്
അവർക്ക് കിട്ടണമെങ്കിൽ അത് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള രീതിയിൽ കിട്ടണം. എന്ന് വെച്ചാൽ ഒരു പ്രത്യേക അനുപാതത്തിൽ കിട്ടണം. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, വിറ്റമിൻസ്, ഫോസ്ഫറസ്, കാൽഷ്യം, അയഡിൻ ഇങ്ങനെയൊക്കെ ഉള്ള ഓരോ കാര്യവും അത് അതിൻ്റെതായ അളവിൽ കിട്ടണം. ഇഫ് സംതിങ് ഈസ് മച്ച് മോർ, ചിലത് മാത്രം ഇങ്ങനെ കൂടുതൽ കിട്ടുന്നു, ഏതെങ്കിലും ഒരെണ്ണം ഒട്ടും കിട്ടാതിരിക്കുന്നു, അപ്പൊ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാകും ഇല്ലേ? ഇപ്പൊ ഏതെങ്കിലും ഇപ്പൊ എന്താ പറയാ പ്രോട്ടീൻസ് മാത്രം അധികമുള്ള ഫുഡ് കണ്ടന്റ് ഉള്ള അല്ലെങ്കിൽ പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലുള്ള ഫുഡ് ഐറ്റം നമ്മൾ എപ്പോഴും കഴിക്കുകയാണ്. അതുകൊണ്ട് ആ കുട്ടികൾക്ക് നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്നത് വെറൈറ്റീസ് ചൂസ് ചെയ്യും അല്ലെ. ഇലക്കറികൾ കൊടുക്കണം, എഗ് വേണം, ഫിഷ് വേണം, അല്ലെങ്കിൽ വേണ്ട അതുങ്ങൾ അതൊന്നും കഴിക്കണ്ട, ഇത് മാത്രം എല്ലാ ദിവസവും. കുട്ടികൾക്ക് ചില ചോയ്സ് ഉണ്ട്. ചില കുട്ടികൾ ഇങ്ങനെയാണ്, എല്ലാ ദിവസവും 100 എന്താ പറയാ ഒരു ദിവസം 3 നേരം ഇത് തന്നെ കൊടുത്താലും അവരത് കഴിക്കും. അവർ കൂടുതലും അത് കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നത് അതിന്റെ മാത്രം ടേസ്റ്റ് അവര് മനസ്സിലാക്കിയതുകൊണ്ടായിരിക്കും. വെറൈറ്റീസ് നോക്കി അവർക്ക് കൊടുത്ത് അവരെ അതും കൂടി കഴിപ്പിക്കാനായിട്ട് നമ്മൾ ശീലിക്കണം. ഇപ്പൊ ഫിഷ്, ലീഫി ഐറ്റംസ് ഒക്കെ ചില കുട്ടികളൊന്നും കഴിക്കില്ല അല്ലെ, ചീര പോലെയുള്ളത് അതുപോലെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കാനായിട്ട് കുട്ടികൾ വിസമ്മതിക്കും. പക്ഷെ അതിനൊന്നും നമ്മൾ അവരെ അതിലേക്കൊക്കെ കൊണ്ടുവരണം. ഇതും കഴിക്കണം, പയർ വർഗ്ഗങ്ങള് അല്ലെ, പയറൊക്കെ പച്ചക്കറികള് പിന്നെയും കഴിച്ചാലും പിന്നെയും കഴിക്കാത്തതാണ് സിറിയൽസ്. അതുപോലെ തന്നെ ഇതുപോലെ ഈ ബീൻസ്, പീസ് ഒക്കെ ഉണ്ടല്ലോ, നമ്മളുടെ ചെറിയ പയറ്, പച്ചപ്പയറ്, വലിയ പയറ്, കടല, ഇതൊക്കെ കഴിക്കാൻ പിള്ളേർക്ക് ഭയങ്കര മടിയാ അല്ലെ. എഗ് അല്ലെങ്കിൽ മീറ്റ് ഒക്കെ കഴിക്കുന്ന ആ ഒരു ഇഷ്ടത്തോടെ ഇരുന്ന് കഴിക്കുക. അപ്പൊ അതൊക്കെ മാറ്റിയെടുക്കണം. ഓരോ ഏജ് ഗ്രൂപ്പിനും അവരുടെ ബോഡിക്ക് ആവശ്യമായ ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ഈ പറയുന്ന എല്ലാ കണ്ടന്റും അവരുടെ ശരീരത്തിലേക്ക് എത്തണം അല്ലെ. പ്രോട്ടീൻസും വൈറ്റമിൻസും കാർബോഹൈഡ്രേറ്റ്സ്, ഫോസ്ഫറസ്, അയൺ ഒക്കെ. അതാണ് ഇപ്പൊ ഇതിന്റെയൊക്കെ അഭാവം കൊണ്ടാണ് ചിലപ്പോൾ സ്കൂളുകളിൽ നിന്ന് അയൺ ഗുളികകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കുട്ടികൾക്ക് അങ്ങനത്തെ ഫുഡ് ഐറ്റംസ് ഒക്കെ അവരുടെ ശരീരത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ളതിന്റെ കണ്ടെത്തലുകളാണ് അയൺ ഗുളികകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ പ്രീ സ്കൂൾ ആയിട്ടുള്ള സ്റ്റുഡൻസിന്, അതായത് സ്കൂളിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു കാലഘട്ടം, അതാണ് പ്രീ സ്കൂൾ ലേഴ്സ് എന്ന് പറയാം. അവർക്ക് സഫീഷ്യന്റ് ആയിട്ടുള്ള സിറിയൽസ്, പൾസസ്, അവരുടെ വെറൈറ്റീസ് ഓഫ് വെജിറ്റബിൾ ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദയർ ഡയറ്റ്. അവരുടെ ഡയറ്റ് പ്ലാനിൽ ഈ പറയുന്ന എല്ലാ സാധനവും ഇൻക്ലൂഡ് ചെയ്യണം. പയർവർഗ്ഗങ്ങൾ വേണം, അതുപോലെ തന്നെ ധാന്യങ്ങൾ വേണം, പല ധാന്യങ്ങളും നമുക്ക് അവൈലബിൾ ആണ്, അത് കൊടുക്കും. അതുകൊണ്ടാണല്ലോ ഇതെല്ലാം കൂടി പൊടിച്ചൊരു പൊടി നമ്മുടെ അംഗനവാടികളിലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ, അമൃതം പൊടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലേ. നിങ്ങളുടെ അവിടേക്ക് ഉണ്ടോ അങ്ങനത്തെയൊക്കെ? അമൃതം പൊടിയൊക്കെ ഉണ്ടോ? അതിന് പകരം വേറെ എന്തെങ്കിലും പൊടിയാണോ? ഞാൻ അങ്ങനെ ഉണ്ടോ നോക്കട്ടെ. ആരെങ്കിലും അമൃതം പൊടി എന്ന് പറയുന്ന ഈ കപ്പലൻ ടീയുടെ ഒക്കെ കുറുക്കി കഴിക്കുമ്പോ അല്ലെ, അത് തന്നെയാണ്. അപ്പൊ എല്ലാവർക്കും അത് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇതൊക്കെ കൊടുക്കുന്നത് എന്തുകൊണ്ടാന്ന് അറിയാം, നിങ്ങൾ ഇത് വെറുതെ കൊടുക്കാനൊന്നും കഴിക്കില്ല. അപ്പൊ ഇതെല്ലാം കൂടി പൊടിച്ചിട്ടൊരു സമീകൃത ആഹാരം എന്നുള്ള പേരിൽ ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ അതൊക്കെ കഴിക്കുക. പിന്നെ വെജിറ്റബിൾസ് കഴിക്കുമ്പോഴും ഗ്രീൻ ലീഫി ഐറ്റംസ്, അതായത് പച്ച എന്താ പറയാ പച്ചിലക്കറികൾ പോലെയുള്ള സാധനങ്ങൾ ലൈക്ക് സ്പിനാച്ച്, ചീര, ബീൻസിന്റെ ഒക്കെ ഇലകളൊക്കെ. ചില ആളുകൾക്ക് ഇതുപോലെ മുരിങ്ങയുടെ ഇലയൊക്കെ എടുത്തിട്ട് തോരനൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അതൊക്കെ ആവശ്യത്തിന് കുട്ടികൾക്ക് കൊടുക്കുക. പിന്നെ ഓറഞ്ച്, പിന്നെ ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ ക്യാരറ്റ്, പംകിൻ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കുന്നതും നല്ലതാണ്. അതായത് യെല്ലോ, ഓറഞ്ച് കളറിലുള്ള വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. അതിന്റെ ഒരു എക്സാമ്പിൾസ് ആണ് ക്യാരറ്റ്, പംകിൻ ഒക്കെ പറയുന്നത്. അതൊക്കെ. പിന്നെ സിട്രസ് കൂടുതലുള്ള ഐറ്റംസ് ആയിട്ടുള്ള നമ്മുടെ ലെമൺ, നാരങ്ങ, അതുപോലെ മുസംബി, ഓറഞ്ച്, അങ്ങനെയുള്ളത്, ഗൂസ്ബെറി, നെല്ലിക്ക, ഇങ്ങനെയുള്ള അതുപോലെ തന്നെ യെല്ലോ ഫ്രൂട്ട്സ് ആയിട്ടുള്ള പപ്പായ, ഗുവ, മാംഗോ ഷുഡ് ബി ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ ദയർ ഡയറ്റ്. ഇതൊക്കെ ആവശ്യത്തിന് കുട്ടികൾക്ക് ചെറുപ്രായത്തിലെ തന്നെ കൊടുത്ത് ശീലിപ്പിക്കണം. അല്ലെങ്കിലും ഏത് കുട്ടികൾക്ക് ഇപ്പോഴത്തെ കാലത്തെ ചെറുതിൽ തന്നെ കൊടുത്ത് ശീലിപ്പിച്ചില്ലെങ്കിൽ പിന്നീട് അവരത് കഴിക്കാതെയാകും. കാരണം ദേ ഡോണ്ട് നോ ദെയർ ടേസ്റ്റ്. അതിന്റെ ടേസ്റ്റ് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് കൂടുതലും അങ്ങനെ വരുന്നത് അല്ലെ. കുഞ്ഞു പിള്ളേരൊക്കെ നിങ്ങൾ ഇവിടെ വളർത്തുന്നവരുണ്ടല്ലോ, കുഞ്ഞുങ്ങളായിട്ടിരിക്കുന്ന, ഇങ്ങനെയൊക്കെ കൊടുക്കാറുണ്ടോ? ഇതൊക്കെ നോക്കി സെലക്ട് ചെയ്ത് ചൂസ് ചെയ്ത് ഇതും ഇവർ കഴിക്കണം, എന്നാലും ഇവരുടെ ഓരോ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾക്കും ഓരോ ശരീരത്തിന്റെ ബ്ലഡ് കണ്ടന്റ് കൂടാനായിട്ട്, ഈ വളർച്ച മാറാനായിട്ടൊക്കെ ഓരോ ഈ പറയുന്ന കണ്ടന്റുകളുള്ള സാധനങ്ങൾക്കാണ് പറ്റുക. അപ്പൊ അതനുസരിച്ച് കൊടുക്കുന്നുണ്ടോ? ചെറിയ കുട്ടികളുള്ള ആൾക്കാരുണ്ടല്ലോ, ഒന്ന് ചോദിക്കട്ടെ, പറയോ ആരെങ്കിലും? കുഞ്ഞു പാവകളുള്ളവരുണ്ടല്ലോ, അതായത് 6 മാസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് നമ്മള് ചോറൂണൊക്കെ കൊടുക്കും അല്ലെ. 6 മാസം ഒക്കെ കഴിയുമ്പോഴേക്കും കൊച്ചുങ്ങളെ കൊണ്ടുപോയി അമ്പലത്തിലോ പള്ളിയിലോ എവിടെയാന്ന് വെച്ചാൽ ചോറൂണിന് കൊണ്ടുപോകും. അത് കഴിയുമ്പോഴൊക്കെയാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ മറ്റാഹാരങ്ങൾ ചെറുതായിട്ടൊക്കെ പിള്ളേർക്ക് കൊടുത്തു തുടങ്ങണേ.
ഇങ്ങനെയൊക്കെ ചെയ്യാറില്ലേ? ഇപ്പൊ ക്യാരറ്റ് ഒക്കെ എന്താ പറയാ ബോയിൽ ചെയ്തിട്ട് അതിലെ തൊലി കളഞ്ഞിട്ട് അതൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ സ്റ്റ്യൂ ചെയ്തു, മീൻസ് ഇങ്ങനെ അരച്ച് ഒക്കെ കൊടുക്കും. കൈകൊണ്ടൊക്കെ ആണെങ്കിലും ഞെട്ടിയൊക്കെ പിള്ളേർക്ക് കൊടുക്കും. ആപ്പിൾ ഒക്കെ ആണെങ്കിലും ബനാന കൊടുക്കും. ആ ബനാനയുടെ ഉള്ളിലുള്ള കറുത്ത സീഡിന്റെ ഭാഗം കളഞ്ഞിട്ട് പുഴുങ്ങിയിട്ടല്ലേ സ്മാഷ് ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ ആപ്പിൾസ് ഇങ്ങനെ ഉള്ളിൽ നിന്ന് സ്ക്രാച്ച് ചെയ്തെടുത്തിട്ട് അതിന്റെ ആ ഒരു എന്താ പറയാ അതിന്റെ ആ ഒരു ഇതായിട്ടുള്ള ഭാഗം നമ്മൾ കൊടുക്കാറുണ്ട് കുട്ടികൾക്ക്. റൈസും കൂടി വേവിച്ച് സ്മാഷ് ചെയ്ത് കൊടുക്കും. യെസ്, അതെ, കൊച്ചു കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന. കാരണം ആ പ്രായത്തിൽ നമുക്ക് അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഒക്കെ കൂട്ടി എല്ലാം കൂടി ഒരുമിച്ചിട്ടത് ചെറിയ അരി അതൊക്കെ കൂടി നമ്മൾ വേവിച്ച് അത് ഒരു മിക്സഡ് ആയിട്ടുള്ള രീതിയിൽ അതും കൈകൊണ്ടൊക്കെ ഞരടിയോ മിക്സിയിലടിച്ചോ ഒക്കെ ആളുകൾ കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ കൂടുതലും ഇത്തരം കാര്യങ്ങൾ, യെല്ലോ ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ ഗ്രീൻ ലീഫി ആയിട്ടുള്ള വെജിറ്റബിൾസ്, സ്പിനാച്ച് പോലെ, പിന്നെ യെല്ലോ ഓറഞ്ച് ഒക്കെ ചേർന്നിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ കുട്ടികൾക്ക് കൂടുതൽ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതൊക്കെ അവരുടെ ഫുഡ് ഐറ്റംസിൽ ഇൻക്ലൂഡ് ചെയ്യണം. ആൻഡ് ഓൾസോ മിൽക്ക്, ആവശ്യത്തിന് പാലും അവരുടെ എന്താ പറയാ ശരീരത്തിലേക്ക് എത്തണം. പാലിന്റെ അളവ് കുട്ടികൾക്ക് ഫീഡിങ് നമ്മൾ മദേഴ്സ് കൊടുക്കുന്നത് ഒരു ഇത്ര പ്രായം വരെ ചെയ്യുന്നത് നല്ലതാണ്. അവരുടെ സ്ട്രെങ്ത്തിന് കുറച്ച് ഹെൽപ്ഫുൾ ആണ്. പക്ഷെ അത് കൂടാതെ കുറച്ച് കഴിയുമ്പോഴൊക്കെ നമുക്കറിയാലോ, അപ്പൊ നമ്മൾ പുറത്തു നിന്നുള്ള പാലുകളൊക്കെ കൊടുക്കുമ്പോഴും അത് അവർക്ക് ആവശ്യത്തിന് കൊടുക്കാം. പക്ഷേ ചില കുട്ടികൾ അത്രയും നമ്മൾ കഴിക്കില്ല. അങ്ങനെ ഒട്ടും കഴിക്കില്ല, ഒട്ടും തീരെ അതിനോട് താല്പര്യമില്ലാത്ത കുട്ടികളെ വീണ്ടും നമ്മൾ അവരെ അത് കഴിപ്പിക്കാൻ വേണ്ടി കഷ്ടപ്പെടണ്ട, കൂടുതൽ എംഫസിസ് കൊടുക്കണ്ട എന്നാണ് പറയുന്നത്. സോ ദാറ്റ് അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ മിൽക്കിന്റെ ബൈ പ്രോഡക്ട്സുകളൊക്കെ ഉണ്ടല്ലോ, മിൽക്ക് തന്നെ നേരിട്ട് കൊടുക്കണമെന്നില്ല, പാലിന്റെ ബൈ പ്രോഡക്റ്റുകളൊക്കെ ഉണ്ടല്ലോ, ബട്ടർ ഉണ്ട്, പനീർ ഉണ്ട്, കസ്റ്റർഡ് ഉണ്ട്, ലക്കീർ ഉണ്ട്, പുഡിംഗ് ഒക്കെ ഉണ്ടാക്കി ഒക്കെ വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ എഗ്, മീറ്റ്, ഫിഷ് ഒക്കെ അവരുടെ എന്താ പറയാ നോൺ വെജിറ്റേറിയൻസ് ഒക്കെ ആണെങ്കിൽ, വെജിറ്റേറിയൻസ് ആയിട്ടുള്ള വീടുകളിൽ ചില കുട്ടികൾക്ക് അത് കൊടുത്തൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഇല്ലാത്തവരുടെ വീടുകളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളും അവർക്ക് മനസ്സിലായി. അപ്പൊ മിൽക്കും ഒരു വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് കണ്ടന്റ് ആണ് കുട്ടികൾക്ക് കാൽഷ്യം മറ്റു കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? ഇതൊക്കെയാണ് നമ്മള് സാധാരണ അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്തൊക്കെ വന്നിട്ടുള്ളൂ. എളുപ്പമാണ് പഠിക്കാനായിട്ട് അല്ലേ? ശാലിനി ഒന്ന് വായിക്കാമോ ആ എടുത്ത ഭാഗം? ഞാൻ എവിടെ വായിച്ചെന്ന് കണ്ടോ? വായിച്ചില്ല ഞാൻ എടുത്ത ഭാഗം ഏതാണെന്ന് മനസ്സിലായോ? പാരഗ്രാഫ് ശാലിനി ഇല്ല? ഓണാക്കി വെച്ചിട്ട് സയ്യദ് മുഹമ്മദ് ശാലിനി ഉണ്ട്. ഓക്കെ, എവിടുന്നാന്ന് അറിയില്ല മിസ്, ഞങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ കേറിയിട്ടില്ല. ഉണ്ടായിരുന്നില്ല. നമ്മളെ എടുക്കുന്നത് ഡയറ്ററി റിക്വയർമെന്റ്സ് എന്ന് പറയുന്ന ഭാഗമാണ്. ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അത് എടുത്തപ്പോ ഉണ്ടായിരുന്നോ തുടങ്ങിയപ്പോ? ഇല്ല, തുടങ്ങിയപ്പോ ഉണ്ടായിട്ടില്ല. അതുണ്ടോ കയ്യില്? ആ ഒരു ചാപ്റ്റർ എടുത്തോ, ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞ ചാപ്റ്റർ, യൂണിറ്റ് 7. മതി. അല്ലെങ്കിൽ എന്റെ ഇവിടെ ഞാൻ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, അവിടെ വായിക്കും പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഇന്ന് ഇവിടെ കണ്ടോ? ദ പ്രീ സ്കൂളേഴ്സ്. സെക്കൻഡ് പാരഗ്രാഫ്. The preschoolers' diet should contain sufficient cereals, pulses, and variety of vegetables. The vegetables can be either green leafy vegetables like spinach, beans, etc., or yellow and orange vegetables such as carrots, pumpkins, etc. Citrus fruits like musambi, orange, gooseberry, and yellow fruits such as papaya, guava, and mango should be included. Milk should also be given in good amount, although overemphasis should be avoided. If a child does not take milk, alternate milk preparations like curd, paneer, custard, ghee, pudding can be used. Egg, meat, and fish should be included in case of non-vegetarians. ഓക്കെ, കറക്റ്റ് ആണ്. വായിച്ചത് തന്നെയാണ് ഇത്. അല്ല, ഞാൻ പറഞ്ഞത് അല്ലെ? പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വായിച്ചില്ലേ? പറഞ്ഞേ ഇല്ലേ? ഓക്കെ, യെസ്. അപ്പൊ ഇപ്പൊ ഒന്നുകൂടി ആളത് വായിച്ചപ്പോ ഒന്നുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആയി. ഇതൊക്കെ തന്നെയാണ്. അപ്പൊ നമ്മള് ആവശ്യത്തിന് എന്താ പറയാ ഫുഡ് പിള്ളേർക്ക് കൊടുക്കുമ്പോ അവരെ ചില കാര്യങ്ങൾ അവര് ഒട്ടും തന്നെ കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ അതിൻ്റെതായ റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് മാറ്റി മറിച്ചൊക്കെ കൊടുക്കാം
അല്ലാതെ ഇത് തന്നെ നീ കഴിച്ചാലേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ വളരുന്ന കുട്ടികൾക്ക് അവർക്ക് അത് ഇഷ്ടമില്ലാതെ അവർ കഴിക്കും. അത് മേക്ക് സം പ്രോബ്ലംസ്, അത് ചില പ്രശ്നങ്ങളാകും, വയറിനൊക്കെ അവർക്ക് പിടിക്കാണ്ടാകും നമ്മളിങ്ങനെ ഭയങ്കര എടുത്ത് കൊടുക്കുമ്പോൾ. അപ്പൊ അതിന് ടേസ്റ്റ്ഫുൾ ആകുന്ന രീതിയിൽ ഏതെങ്കിലും രീതിയിൽ അതിനെ മാറ്റിമറിച്ചൊക്കെ കൊടുക്കാൻ പറ്റുമോ? ചിലപ്പോ ഇത് ഇങ്ങനെ തന്നെ കഴിക്കില്ല, പക്ഷെ ജ്യൂസ് അടിച്ചു കൊടുക്കുക അല്ലെ? അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഇതാണ് പറഞ്ഞത്. അയ്യോ ഞാനത് വായിച്ചില്ല. കുട്ടി കരച്ചിലാണ്, ഞാൻ റെക്കോർഡ് ക്ലാസ് കാണാം മാം. ഒരാൾ പറഞ്ഞു കുട്ടി കരച്ചിലാണ്, ഇപ്പൊ ലെഫ്റ്റ് ആയിട്ട് റെക്കോർഡ് ക്ലാസ് കാണാം മാം. കുട്ടി കരച്ചിലാണ് അല്ലെ? ഓക്കെ ഓക്കെ, ഇറ്റ്സ് ഓക്കെ, അത് കുഴപ്പമില്ല. അപ്പൊ ഇനി അടുത്തത് എന്താന്ന് നോക്കിയാൽ, ഇനി ഒരു വെൽ ബാലൻസ്ഡ് ഡയറ്റ്, കുട്ടികൾക്ക് കൊടുക്കുന്ന ആ ഫുഡ് ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആകാൻ. ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കഴിക്കുന്ന ആഹാരവും അതുപോലെ തന്നെ നമുക്ക് അതിൽ നിന്ന് കിട്ടേണ്ടതായിട്ടുള്ള കണ്ടന്റുകളും കൃത്യമായിട്ട് രണ്ടും ഈക്വൽ ആകണം. മനസ്സിലായി? നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായ പ്രോട്ടീൻസ്, വൈറ്റമിൻസ്, കാൽഷ്യം, ഫോസ്ഫറസ്, അയൺ, അയഡിൻ ഒക്കെ കൃത്യമായിട്ട് വേണം. ഇത് രണ്ടും ഈക്വൽ ആകുന്ന ഒരു അവസ്ഥ, അതിനെയാണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് വിളിക്കുക. അപ്പോഴാണ് ബാലൻസ്ഡ് ആയിട്ട് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതാണ് ഒരു സമീകൃത ആഹാരം. അല്ലെങ്കിൽ എന്താ പറയാ, നമ്മൾ ഏത് നേരവും ഇപ്പൊ ഏത് സമയം നമുക്ക് ചോറ് തന്നെ കഴിക്കുന്നു, ആ ചോറിൻ്റെതായ കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നുള്ളൂ. എന്നാൽ മറ്റു കാര്യങ്ങൾ ഇപ്പൊ ചോറിന് കൂട്ടി നമ്മൾ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ, ഒരു സബ്ജി എന്തെങ്കിലും കൂട്ടി കഴിക്കുന്നു, അതേസമയം നമ്മൾ മാറ്റിമറിച്ച് ഫിഷോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഗ്രീൻ വെജിറ്റബിൾസോ ഒക്കെ കഴിക്കാതെ നമ്മൾ ഡെയിലി നമുക്ക് ഇതാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് അത് തന്നെ കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെതായ എന്തളവിലുള്ള സാധനമാണോ അതാണ് നമ്മുടെ ശരീരത്തിൽ കയറുന്നുള്ളൂ അല്ലെ? അപ്പൊ ഒരു പ്രോപ്പർ ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് വേണമെങ്കിൽ ഈ പറയുന്ന പൾസസ്, സിറിയൽസ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മിൽക്ക് പ്രോഡക്ട്സ്, മീറ്റ് അല്ലെ, ഫിഷ്, ഇതൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യം വരുന്നത് അല്ലെ? അതൊക്കെ ഇങ്ങനെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? നമ്മൾക്ക് ചിലപ്പോ നമ്മളുടെ ഓരോ ഏജിനനുസരിച്ച് വി ഹാവ് ടു ടേക്ക് ഇൻടേക്ക് ഓഫ് ഫുഡ് ഓൺലി 2 or 3 times per a day അല്ലെ? ഒരു ദിവസത്തിന് ചിലപ്പോ 3 തവണ അല്ലെ, 3 നേരമൊക്കെ ആയിട്ടാണ് നമ്മൾ കഴിക്കുക. പക്ഷെ കുട്ടികൾ ഇത് അങ്ങനെ നമ്മൾ കഴിപ്പിക്കാൻ നോക്കിയിട്ട് കാര്യമില്ല. അപ്പൊ അവർക്ക് അത് അത്ര ബാലൻസ്ഡ് ഡയറ്റ് കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ അവരുടെ ആ ഫുഡിനെ ഇങ്ങനെ ബ്രേക്ക് ചെയ്തൊന്ന് 5-6 ചെറിയ ഫ്രീക്വന്റ് ആയിട്ടുള്ള യൂണിറ്റുകളായിട്ടൊക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യും. മനസ്സിലായി? ഇപ്പൊ 3 നേരം കൊടുക്കുന്നതിന് പകരം ആകെ രാവിലെ കുറച്ച് കൊടുത്തു, അത് ഇനി ഇടനേരത്തെ എപ്പോഴെങ്കിലും കൊടുക്കുക, പിന്നെ ഉച്ചയ്ക്ക്, പിന്നെ വൈകുന്നേരം ഇടനേരത്ത്, പിന്നെ രാത്രി, അങ്ങനെയൊക്കെ ഒരു 5-6 ഫ്രീക്വന്റ് ചെറിയ യൂണിറ്റ്സ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചുകൂടി നല്ലതായിരിക്കും. എന്താ പറയാ, അപ്പൊ അങ്ങനെ ഒരു അവരുടെ ന്യൂട്രീഷണൽ ആ ഒരു ഇത് അങ്ങോട്ട് ഡെവലപ്പ് ആവുകയും ചെയ്യും. ആൻഡ് ഓൾസോ ഇറ്റ് ഹെൽപ്പ് ടേസ്റ്റ്. കുട്ടികളുടെ സ്കൂളിൽ പോകുന്നതിനൊക്കെ മുമ്പ് അവർക്ക് ഈ ഓരോ ഫുഡ് ഐറ്റംസിന്റെ ടേസ്റ്റ് കൂടി അവർ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചില കുട്ടികൾ ഒരേ സാധനം തന്നെ വേണമെന്ന് വാശി പിടിക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം മറ്റുള്ളതിന്റെ ടേസ്റ്റ് അവർ മനസ്സിലാക്കാഞ്ഞിട്ടാ. കാരണം ഇതെനിക്ക് വേണ്ട, ഇങ്ങനെ ചെയ്താലുണ്ട്. പക്ഷെ അവരതിന്റെ ടേസ്റ്റ് മനസ്സിലാക്കുന്നില്ല. അപ്പൊ ടേസ്റ്റ് മനസ്സിലാക്കിയെടുക്കണം, ആ ഒരു ടേസ്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. സോ ടീച്ചേഴ്സിന് ഓൾസോ ദേ ഹാവ് സം ഇമ്പോർട്ടന്റ് റോൾ. ടീച്ചേഴ്സിനും അപ്പൊ അതിന് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാണ്ട്. ദേ ക്യാൻ സജസ്റ്റ് ദ പാരന്റ്സ്, അതായത് കുട്ടികൾക്ക് അവരുടെ ഫുഡിനകത്ത് ഇന്ന സാധനങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് ടീച്ചർമാർക്ക് എന്താ പറയാ സജസ്റ്റ് ചെയ്യാം. പ്രീ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെയൊക്കെ നമ്മള് വരുമ്പോ, അതായത് KG സെക്ഷൻസിലേക്ക് കൊണ്ടുവരുമ്പോ നമ്മൾ കുട്ടികളുടെ ബോക്സ്, ടിഫിൻ ബോക്സുകളൊക്കെ നമ്മൾ കാണേണ്ടി വരുമല്ലോ. കാരണം അപ്പൊ അങ്ങനെ കാണുമ്പോ വി ക്യാൻ സജസ്റ്റ്, അതായത് കുട്ടികളെ എല്ലാ ദിവസവും ഈ സാധനത്തിലെ കൊണ്ടുവരുന്നത്, അപ്പൊ അവർക്ക് ഇത് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക, പാരന്റ്സിനോടൊന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുള്ള അവിടെ ഒരു സാധ്യതയുണ്ട്. അപ്പൊ ടീച്ചേഴ്സിന് ഒരു ഇൻസ്ട്രക്ഷൻസ് അതുപോലെ പാരന്റ്സിന് കൊടുക്കാൻ പറ്റും. അവരുടെ ഫുഡില് ഈ വെജിറ്റബിൾ സ്റ്റഫ് ചെയ്തിരിക്കുന്ന ഈ പറയുന്ന പോലെ ചപ്പാത്തിയോ അതുപോലെ തന്നെ പൊറാട്ടാസോ അങ്ങനെയുള്ളത്, പിന്നെ മിക്സഡ് ആയിട്ടുള്ള വെജിറ്റബിളും റൈസും കൂടെയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും മീൽസ്, പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ ക്രീമായിട്ട് ഇത് ഇങ്ങനെ എന്താ പറയാ അരച്ചതൊക്കെ ആയിട്ട്, പിന്നെ അതുപോലെ തന്നെ വെജിറ്റബിൾസിനകത്ത് തന്നെ സ്വീറ്റ്സ് കണ്ടെയ്നിങ് ആയിട്ടുള്ള സാധനങ്ങൾ പോലെ ഉണ്ടാക്കുക. അതായത് ഇപ്പൊ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കുന്ന പോലെ, അതുപോലെ വെജിറ്റബിൾസ് തന്നെ വെജിറ്റബിൾസ് ഒക്കെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുക. ഇങ്ങനെ എന്ത് വേണമെങ്കിലും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാം. പക്ഷെ അത് കൊടുക്കുമ്പോൾ 2-3 നേരം മാത്രമാക്കാതെ 5-6 നേരമായിട്ടൊക്കെ ഡിവൈഡ് ചെയ്ത് ചെറിയ യൂണിറ്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾക്ക് കൊടുക്കാം. അപ്പൊ ആ ഒരു ടേസ്റ്റ് അവർക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ടീച്ചേഴ്സിന് ആ കുട്ടികളുടെ അതനുസരിച്ച് ഏതൊക്കെ കുട്ടികൾക്കാണ് ഇങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് പാരന്റ്സിന് കൊടുക്കണ്ടേന്ന് മനസ്സിലാക്കി അത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. മനസ്സിലായി? ഇപ്പൊ മിൽക്ക് പാല് കൊടുത്തിട്ട് കുടിച്ചില്ലെങ്കിൽ പാലിനകത്ത് ഈ പറയുന്ന സാധനങ്ങളൊക്കെ കൂടി അടിച്ചിട്ട് ഷേക്സ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാം അല്ലെ? അപ്പൊ ഇതിനൊക്കെ കണ്ടിട്ട് ഉള്ളിൽ ചെല്ലും. അതാ. അപ്പൊ ഇതെല്ലാം
പിന്നെ മാത്രമല്ല ഈ സ്പ്രൗട്ടിങ് സീരിയൽസ് ഒക്കെ ഉണ്ടല്ലോ, മുളപ്പിച്ചെടുക്കുന്ന സാധനങ്ങളൊക്കെ അതൊക്കെ ഇടയ്ക്ക് കുട്ടികൾക്ക് കൊടുക്കാം. കടല, അതുപോലെ തന്നെ ചെറുപയറുകൾ ഒക്കെ നമ്മൾ ഇങ്ങനെ മുളപ്പിക്കാറുണ്ട്. അപ്പൊ ആ സ്പ്രൗട്ടിങ് പൾസസും ഒക്കെ അവർക്ക് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. അതൊക്കെ ചേർത്ത് ഷേക്സ് രൂപത്തിൽ വേണമെങ്കിൽ കൊടുക്കാം. വാട്ട് എവർ ഇറ്റ് മേ ബി, അതൊക്കെ അവരുടെ ഫുഡ് ഐറ്റംസിൽ കൊടുക്കുമ്പോൾ ഇറ്റ് വിൽ ഇൻക്രീസ് ദ ന്യൂട്രിയൻസ്, അല്ലെ, ന്യൂട്രീഷന്റെ അളവ് അവരുടെ ഫുഡിൽ വർദ്ധിക്കുകയാണ് ചെയ്യുക. ഓക്കെ, ഇനി ഒരു മറ്റൊരു പ്രത്യേക കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഡ്യൂറിങ് ദ ടൈം ഓഫ് ഇൽനെസ്, രോഗങ്ങളൊക്കെ വരില്ലേ, ആ രോഗങ്ങൾ വരുമ്പോൾ ആ രോഗത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന രീതിയിലുള്ള ഭക്ഷണം കൊടുക്കുക. അപ്പൊ നമ്മൾ പറയില്ലേ, പനിയൊക്കെ വരുമ്പോൾ നമ്മൾ കുട്ടികളോട് പറയും, അയ്യോ പനിയല്ല, പക്ഷെ കഞ്ഞിയൊക്കെ കുടിക്കില്ല, വെള്ളമൊക്കെ ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ ഒരു ചെറിയ അച്ചാറൊക്കെ വേണമെങ്കിൽ തൊട്ട് കൂടുക, അല്ലെങ്കിൽ ഇച്ചിരി ഉപ്പിട്ടിട്ട്, അല്ലെ, അങ്ങനെ മാത്രം കഴിക്കുന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുട്ടികളെ പറയും. കാരണം ഇറ്റ് വിൽ ബി എ പ്രോബ്ലം ഫോർ ഡൈജഷൻ. നമ്മൾ അപ്പൊ അന്നേരം അത്തരം വയ്യായികൾ ഇരിക്കുന്ന സമയത്ത് ഹെവി ഫുഡൊക്കെ കൊടുത്തു കഴിയുമ്പോൾ ഡൈജഷൻ പ്രോബ്ലംസ് ഉണ്ടാക്കും, അല്ലെ, ദഹനക്കുറവൊക്കെ വരും. അപ്പൊ അങ്ങനെ വരുന്നതിന് അത് തടയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു രോഗത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഫുഡ് ഐറ്റംസ് പ്രൊവൈഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് അറ്റ് ദാറ്റ് ടൈം ഈസിലി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള ഫുഡ് കൊടുക്കുക, പെട്ടെന്ന് ദഹിക്കുന്ന രീതിയിലുള്ളത്, എന്നാൽ ഹൈലി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളത്. അത് ചെറിയ ചെറിയ തവണകളായിട്ടൊക്കെ കൊടുത്ത് കുട്ടികളുടെ രോഗം മാറുന്നത് വരെ നമ്മൾ ശ്രദ്ധിക്കണം. അതൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടവരായിരിക്കാം. കാരണം എന്ന് വെച്ചാൽ KG സെക്ഷനിലൊക്കെ നമുക്കറിയാം, കുഞ്ഞു കുട്ടികൾക്ക് അല്ലേ ഒരു പ്രായം വരെയൊക്കെ ഇങ്ങനെ അസുഖങ്ങൾ പലപ്പോഴും ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും, ഇല്ലേ. ആലോചിച്ച് നോക്കിയേ, ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആശുപത്രിയിലേക്ക് എടുത്തോണ്ട് പോകേണ്ടി വരും, അല്ലെ. രാത്രി ദിവസങ്ങളിലാണ് കൂടുതലും പ്രാവശ്യമൊക്കെ നമ്മൾ എടുത്തിട്ട് ഓടിയിരിക്കുന്ന പിള്ളേരെയൊക്കെ. കാരണം ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ അവർക്ക് എന്താണ് യഥാർത്ഥത്തിൽ അവരുടെ ഇതൊന്നും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റില്ല. അതൊരു കാര്യം. പിന്നെ ഏത് സമയവും ഈ ബലാരിഷ്ടതകൾ എന്ന് പറയുന്നത്, അല്ലെ, ആ സമയത്താണ് അവർക്ക് കൂടുതലും ഉണ്ടാവുക. വലുതായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിങ്ങനെ, കാരണം അത് വലുതാവുമ്പോൾ എന്തുകൊണ്ടത് വരുന്നില്ല, ബിക്കോസ് അവർ തന്നെത്താൻ കഴിക്കാൻ പ്രായമാകുമ്പോൾ എന്ത് പറ്റും, അവർ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ പലതൊക്കെ കഴിച്ചൊക്കെ തുടങ്ങും. അപ്പൊ അത് അവരുടെ ആവശ്യത്തിന് അവരുടെ ബോഡീനെ റെസിസ്റ്റ് ചെയ്യാനുള്ള പവർ അവർക്ക് കഴിക്കുന്ന ആഹാരത്തിൽ നിന്നൊക്കെ കിട്ടും. മനസ്സിലായി, അത് റെസിസ്റ്റിംഗ് പവർ കിട്ടുന്നത് കഴിക്കുന്ന ആഹാരം അതനുസരിച്ച് നമ്മൾ ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് കിട്ടുന്നതുകൊണ്ടാണ്. അതല്ലാതെ ആണെങ്കിലും ചില കുട്ടികൾ എന്ത് ചെയ്യും, എപ്പോഴും അങ്ങനെ തന്നെയാണ്, കുറെ വളർന്നിട്ടും ഇങ്ങനെ തന്നെയാണെങ്കിൽ അത് അവരുടെ ശരീരത്തിൽ പ്രകടമാക്കും. ചില കുട്ടികളുണ്ടല്ലേ ഭയങ്കരമായിട്ട് മെലിഞ്ഞ് ആകെതായിട്ടിരിക്കുന്ന, ആവശ്യത്തിന് അവർക്ക് കിട്ടേണ്ട കണ്ടന്റുകൾ ബോഡിയിലേക്ക് കിട്ടാത്തത് കൊണ്ടാണ്. അപ്പൊ അത് ഗ്രോത്ത് പ്രോബ്ലംസ് ഒക്കെ വരും. അപ്പൊ അതില്ലാതിരിക്കാനായിട്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പൊ ഡ്യൂറിങ് ദ ടൈം ഓഫ് ഇൽനെസ്സിന് നമ്മൾ ആ സമയത്തുള്ള കൊടുക്കാൻ പറ്റുന്ന ആഹാരങ്ങൾ ഈസിലി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ളത്, ഹൈലി ന്യൂട്രീഷ്യസ് ആയിരിക്കണം. അത് ചെറിയ ചെറിയ കോമൺ മീൽസ് ആയിട്ടൊക്കെയാണ് ഇൽ ഹെൽത്തിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. എന്നാൽ ഈ രോഗങ്ങളുള്ളപ്പോൾ ചില കുട്ടികൾ ഒട്ടും കഴിക്കില്ല. പക്ഷെ അങ്ങനെ നമ്മൾ വിടാൻ പാടില്ല. ഡ്യൂറിങ് ഇൽനെസ് അവരെ സ്റ്റാർവ് ചെയ്യാനായിട്ട് അനുവദിക്കരുത്. വിശപ്പ് അടക്കി വായിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പൊ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം വായ കഴിക്കലും, അപ്പൊ അവർക്ക് അത് കഴിക്കാൻ പറ്റില്ല. അപ്പൊ അതിനനുസരിച്ച് ഈസിലി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഫുഡ് ഒക്കെ പ്രിപ്പയർ ചെയ്തവർക്ക് കൊടുക്കാം. ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈം വയ്യായ്മ വരുമ്പോ ഈ ഭക്ഷണം മാത്രം കൊടുത്താൽ പോരാ, മെഡിക്കൽ അഡ്വൈസ്, ഡയറ്ററി അഡ്വൈസ് ഒക്കെ കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്യണം. കുട്ടികൾക്ക് അസുഖം ഒക്കെ ഉണ്ടെങ്കിൽ അസുഖം ഏത് രീതിയിലാണെന്നുള്ളതനുസരിച്ച് നമ്മൾ സ്വയമായിട്ട് ചികിത്സിക്കാതെ മെഡിക്കൽ അഡ്വൈസ് നേടുക. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട സിറ്റുവേഷനിൽ ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോയി അത് നോക്കുക. അവർ പറയുന്നതനുസരിച്ചിട്ടുള്ള ആഹാരവും ക്രമീകരിച്ചൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ക്ലിയർ ആയോ? മനസ്സിലായ? അതാണ് ആ വലിയ പാരഗ്രാഫിൽ കിടക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? യെസ്, ഞാൻ പറയുന്ന ആൾക്ക് വായിക്കണേ. മൂർത്തസ് ഒന്ന് വായിക്കാമോ? മൂർത്തസ്. ഓക്കെ, വായിക്കാം. A well-balanced diet distributed into 5 or 6 small frequent meals is recommended. Using a variety of arrangement help in meeting the nutritional needs easily as well as in developing a taste in the preschooler. Teachers can help parents by telling some instructions for useful foodstuffs like patterns stuffed with vegetables, mixed vegetables, rice, fruits, cream, saved fruits, sweets containing vegetables such as carrot halwa, fruit vegetable mix, lassi, milk shake, etc. Process such as germination, supporting of wool pulses help in increasing the nutritive value of food item. Under illness,
the food chosen would depend upon the disease, but an effort should be made to provide easily digestible, highly nutritious, small common meals. During illness, health never serve a children during illness. Medical and dietary awareness should be strictly adhered to. ഓക്കെ. ഈ സ്പ്രൗട്ടിംഗ് എന്ന് പറഞ്ഞാൽ അറിയാലോ, മുളപ്പിച്ച ധാന്യങ്ങളൊക്കെ കുട്ടികൾക്ക് കൊടുക്കാനായിട്ടൊക്കെ ശ്രദ്ധിക്കാം. കുറച്ചൊക്കെ ആദ്യമൊക്കെ ചിലപ്പോൾ കഴിക്കില്ല, കുറച്ച് കഴിപ്പിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ അവിടെ പറഞ്ഞ വേറെ ലസ്സി എന്താന്ന് മനസ്സിലായല്ലോ അല്ലെ? തൈരൊക്കെ ഈ ഇങ്ങനെ നല്ല പുളിയില്ലാത്ത തൈരിനകത്തൊക്കെ ചെറിയ മധുരമൊക്കെ ഇട്ടിട്ട് നമ്മൾ കഴിക്കുന്ന, അത് ശരിക്കും പറഞ്ഞ ഒരു നല്ല ചൂടുള്ള കാലാവസ്ഥയിലൊക്കെ ഒരു എനർജി ഡ്രിങ്ക് ആണ്. വലിയവർക്കും നല്ലതാണ് അതൊക്കെ അല്ലെ, നല്ല ചൂടുള്ള കാലാവസ്ഥയിൽ. അതൊക്കെ രാത്രി കഴിക്കുന്നതല്ല. മിൽക്ക് പ്രോഡക്റ്റുകളൊക്കെ തൈരൊക്കെ നമുക്കറിയാം രാത്രിയിലൊക്കെ കൊടുക്കുന്നത് അവോയ്ഡ് ചെയ്യണം. ഇതിന്റെ കൂടെ തന്നെ അതും നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നമുക്കറിയാലോ ഇത് തണുപ്പ് ഉള്ള ഒരു സാധനമാണ് നമ്മുടെ തൈര് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അത് രാത്രി കാലങ്ങളിൽ കഴിക്കുമ്പോൾ, രാത്രി ഈസ് ഓൾവേസ് ചെറിയൊരു കൂളിംഗ് ഉള്ള ഒരു സമയമല്ലേ. അപ്പൊ അത് കുട്ടികൾ കഴിക്കുമ്പോൾ ചിലപ്പോൾ ത്രോട്ട് പ്രോബ്ലംസ് ഉണ്ടാകാം, ജലദോഷം അങ്ങനെയൊക്കെ വരാൻ സാധ്യതയില്ല. അതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് ഇത്തരം കാര്യം കൂടി ശ്രദ്ധിക്കണം. ഓക്കെ, ക്ലിയർ ആയോ ഇപ്പൊ എല്ലാവർക്കും? അത് ആളൊന്നുകൂടി വായിച്ചപ്പോഴൊന്നുകൂടി ക്ലിയർ ആയില്ലേ? അപ്പൊ ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. കുറച്ചുകൂടി ഉള്ളൂ അതർ ഫുഡ് ഹാബിറ്റ്സ്. ഇനി നമ്മള് ഭക്ഷണത്തില് നമ്മൾ ശ്രദ്ധിക്കുന്ന പോലെ തന്നെ കുട്ടികളുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധ ആവശ്യമുണ്ട് അല്ലെ? ഫുഡ് ഹാബിറ്റ്സ്, അതായത് ഭക്ഷണം കൊടുക്കുന്ന ആ ശീലങ്ങള്, ഭക്ഷണത്തിന്റെ ശീലങ്ങളിൽ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇറ്റ് ഈസ് ബെറ്റർ ടു അവോയ്ഡ് സ്ട്രോങ് ഫ്ലേവേഴ്സ്. നമുക്കില്ലേ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, അമ്മ എന്താണ് ഈ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ, നമ്മൾ അന്ന് ഇങ്ങനത്തെ ഈ സാധനം നമ്മൾ അവിടെ കടയിൽ കഴിച്ചപ്പോൾ എന്ത് ടേസ്റ്റ് ആയിരുന്നു, അമ്മ അതൊന്നും ഉണ്ടാക്കിയതൊന്നും ശരിയാവില്ല. ബിരിയാണി നമ്മൾ വീട്ടിലുണ്ടാക്കും, പക്ഷെ കുട്ടികൾ പ്രിഫർ ചെയ്യുന്നത് ഹോട്ടലിലെ ബിരിയാണിയാണ് അല്ലെ? അമ്മ ഇന്നും മന്തി ഒന്നും ഉണ്ടാക്കണ്ട കേട്ടോ, അമ്മയുടെ മന്തി ഒന്നും ഇതൊന്നല്ല, അങ്ങനത്തെ മന്തി ഞങ്ങൾക്ക് മതി, അമ്മയുടെ മന്തി വേണ്ട, എനിക്ക് കടയിൽ നിന്ന് മന്തി മതി എന്നൊക്കെ പറയും. കാരണം അവർക്ക് അതിനകത്ത് നമുക്കറിയാം ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒത്തിരി ടേസ്റ്റ് മേക്കേഴ്സ്, കളേഴ്സ്, ഒരുപാട് ഫ്ലേവറുകളൊക്കെ അവർ ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ കുട്ടികൾക്കത് മതി, അവരുടെ വിചാരം അതാണ് നല്ലതെന്നാണ്. നമ്മുടെ ഹോംലി ഫുഡുകൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇത്തരം ടേസ്റ്റ് മേക്കേഴ്സും കളേഴ്സും ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ആണ്, അത് നമ്മൾ കളർ ചേർക്കാറില്ല. അപ്പൊ അവർക്കത് എന്താ പറയാ, അവർക്കത് അത്ര അങ്ങോട്ട് ഇഷ്ടാവില്ല. പക്ഷെ ഇത്തരം കൂടുതൽ ഫ്ലേവേഴ്സും കൂടുതൽ സ്പൈസസ് പുറത്തെ രാജ്യങ്ങളിലൊക്കെ ആളുകളെ എന്താ പറയാ ഈ അധികം മസാലകളൊന്നും ഉപയോഗിക്കുന്നില്ല. അവര് ഇപ്പൊ നമ്മള് പുറത്തൊക്കെ നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ നിങ്ങൾ ചോദിച്ചാൽ അറിയാം അവരുടെ ഫുഡ് ഹാബിറ്റ്. ഏറ്റവും കൂടുതൽ രോഗം വരുത്തി വെക്കുന്ന ആളുകൾ കൂടുതലും എനിക്ക് തോന്നുന്നു ഇപ്പൊ കേരളത്തിലുള്ള ആളുകളാണ്. കാരണം നമ്മളുടെ നാവിന് നമുക്ക് ഇത്തിരി എരിവ്, ഇത്തിരി പുളി, ഇങ്ങനത്തെ സാധനത്തിനോട് ഭയങ്കര ക്രേസാണ് മലയാളികൾക്ക് പ്രത്യേകിച്ചും. കാരണം എന്താ, എരിവും പുളിയൊക്കെയാണ് ഒരു ഏതെങ്കിലും ഒരു ഫുഡ്, ഒരു ഡിഷിനെ ടേസ്റ്റ് കൂട്ടുന്നതെന്നാണ് നമ്മളുടെ വിശ്വാസം അല്ലെ? അപ്പൊ അതുകൊണ്ട് അങ്ങനെ വെക്കും. ഇപ്പൊ മീൻ കറി വെക്കുന്നു, എരിവിൽ വെക്കണം, നല്ല ടേസ്റ്റ് ഉള്ളൂ ഇതിന്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇത്തരം സ്പൈസസ് ഒക്കെ ആഡ് കൂടുതൽ ചെയ്യുമ്പോൾ അത് നമ്മൾക്ക് ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കുന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അറിയാഞ്ഞതൊന്നുമല്ല. പക്ഷെ നമ്മൾ എന്നാൽ അങ്ങനെയാണ് അതിന്റെ ഒരു രീതി, അതാണ് വിചാരിക്കുക. അപ്പൊ പക്ഷെ കുട്ടികളാകുമ്പോൾ തുടങ്ങി അവർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ഇതുപോലെയുള്ള ഫ്ലേവേഴ്സും അധികം സ്പൈസസ് ഒന്നും ആഡ് ചെയ്യാതെ കൊടുക്കുക. ആൻഡ് ഓൾസോ ടു മച്ച് ഹോട്ട് ആൻഡ് ടു കോൾഡ് ഫുഡ് ഐറ്റംസും അവർക്ക് അവോയ്ഡ് ചെയ്യണം. ഭയങ്കര ചൂടുള്ളതോ അധികം തണുപ്പുള്ളതോ ആയിട്ടുള്ള സാധനങ്ങളും അവർക്ക് കൊടുക്കാതിരിക്കുക. ആൻഡ് കുട്ടികളുടെ ഇഷ്ടങ്ങള് അനിഷ്ടങ്ങളൊക്കെ നോക്കി നമ്മൾ എന്ത് ചെയ്യണം, ഫുഡ് പ്രിപ്പയർ ചെയ്യണം അല്ലെ? അവര് പ്രിഫർ ചെയ്യുന്നതിന് ഓക്കെ, പക്ഷെ കൊടുക്കുമ്പോ ഈ പറയുന്ന ഡയറ്റ് നമ്മൾ രീതിയിലും കൊടുക്കണം. അതോടൊപ്പം തന്നെ തീരെ അവര് ഇഷ്ടപ്പെട്ടില്ല, ഒട്ടും കഴിക്കില്ല എന്നുള്ള രീതിയിലുള്ള സാധനമാണെങ്കിൽ പിന്നെയും അത് ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല, അവരത് കഴിക്കുന്നില്ല. അപ്പൊ അവർക്ക് ആവശ്യത്തിന് ആ പറയുന്ന ആഹാരത്തിൽ ആ ഒരു ആഹാരം ചിലപ്പോൾ അവിടെ ഒരു നേരത്തെ ആഹാരമൊക്കെ അവർ ബ്രേക്ക് ചെയ്യും. കാരണം അവർക്ക് അത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് കഴിക്കുന്നില്ല. അങ്ങനെ പാടില്ല. അപ്പൊ കുട്ടികള് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ആഹാരം പ്രിപ്പയർ ചെയ്ത് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉണ്ടാക്കി കൊടുക്കാൻ. ആൻഡ് ഓൾസോ നെവർ ഫോഴ്സ് ദം ടു ഈറ്റ്. ഒരിക്കലും നമ്മൾ കുട്ടികളെ അങ്ങനെ ഫോഴ്സ് ചെയ്യിപ്പിക്കണ്ട അല്ലെ? വിശക്കുന്ന കുട്ടികൾ അത് കഴിച്ചോളൂ എന്നുള്ള രീതിയും കൂടി ഒന്ന് ചിന്തിക്കുക. ഒത്തിരി ഫോഴ്സ് ചെയ്യണ്ട, ഇന്ന തന്നെ നീ ഇത് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അത്രയും ഫോഴ്സ് ചെയ്തിട്ട് കാര്യമില്ല. അവരുടെ ടേസ്റ്റ് ഒന്ന് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യം അവരുടെ ഫുഡ് എന്താണോ അത് അവർ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുക. ആൻഡ് ഓൾസോ വെൻ ദേ ആർ ഹംഗ്രി, അവർക്ക് വിശപ്പുള്ളപ്പോൾ ഉണ്ടാക്കി കൊടുക്കുക. അല്ലാണ്ട് നമ്മുടെ സൗകര്യത്തിന് നമ്മളിത് ഉണ്ടാക്കി കൊടുത്തിട്ട് ഇത് കഴിക്കണം എന്ന് പറയാതെ ആ ഒരു സമയത്തിനും അവരുടെ വിശപ്പിനും അനുസരിച്ചിട്ടാണ് നമ്മൾ ഫുഡ്, അവരുടെ ഇഷ്ടപ്പെട്ട ഫുഡ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത്.
കാരണം ഡ്യൂറിങ് ദിസ് ഏജ്, ഈ ഒരു വളരുന്ന പ്രായം, പ്രീ സ്കൂളേഴ്സ് ആയിട്ടുള്ള KG സെക്ഷനിലൊക്കെ ഉള്ള കുട്ടികള് അവര് പതുക്കെ സ്കൂളിലേക്കൊക്കെ വന്നു തുടങ്ങുമ്പോൾ ദേ വിൽ ബിക്കം ടു ഫീഡ് ദംസെൽസ്. അവർ ആരാകും? സ്വന്തമായിട്ടൊക്കെ തിന്നാൻ തോന്നും. അത്രയും ദിവസമൊക്കെ വീട്ടിലിരുന്ന് അമ്മ വാരി കൊടുക്കുന്നു അല്ലെ. സ്കൂളിലേക്ക് KG സെക്ഷനിലേക്ക് വരുമ്പോ പിന്നെന്തായി, LKG UKG പഠിക്കാൻ പഠിക്കുമ്പോ കുട്ടികൾ എന്താകും, തന്നെ വാരിയൊക്കെ കഴിക്കാനായിട്ട് അവർ പഠിക്കുന്ന സമയമാണ്. ഇൻഡിപെൻഡന്റ് ആയിട്ട് മറ്റുള്ളവരുടെ സഹായമൊന്നും ഇല്ലാതെ പഠിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അവരെന്ത് ചെയ്യണം, ആ വിശപ്പറിഞ്ഞ് അവർക്കത് കഴിക്കാനായിട്ട് പറ്റണം. ആൻഡ് ഓൾസോ അവരുടെ മീൽ ടൈമിൽ ഫുഡ് കഴിക്കുന്ന സമയത്ത് അവര് ഭയങ്കര അസ്വസ്ഥമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടിയൊക്കെ അങ്ങനെയൊന്നും ഇല്ലാതെ കാമായിട്ട് വളരെ ശാന്തരായിട്ടൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ അവരെ ശീലിപ്പിക്കണം. ആൻഡ് ഓൾസോ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് അവരുടെ മീൽസിൽ ഉണ്ടോ എന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അപ്പൊ ടീച്ചേഴ്സിനാണ് അതൊക്കെ നോക്കാൻ പറ്റുക, ന്യൂട്രീഷ്യസ് ഫുഡാണോ. പിന്നെ ഈ ഫുഡും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ഉച്ചക്കലത്തെ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് ഇടയിലൊക്കെ ചില കുട്ടികൾ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ സ്നാക്സ് ഒക്കെ കഴിയും. അതൊക്കെ ഒരു പരിധിവരെ ഇല്ലാതിരിക്കുന്നതാണ് സ്കൂളിലേക്ക് എത്തുമ്പോഴേക്കും നല്ലത്. കാരണം എന്താ, അപ്പൊ ഈ പറഞ്ഞ സ്നാക്ക് കഴിച്ച് കഴിയുമ്പോഴേക്കും എന്താ, വിശപ്പ് കിട്ടുമോ അല്ലെ, ഇല്ലേ, അങ്ങനല്ലേ. വല്ല ഇടയ്ക്ക് കഴിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ അങ്ങനെ സ്നാക്ക് ബോക്സിൽ കൊടുത്തുടുമ്പോ അത് കഴിക്കും. അപ്പൊ ഉച്ചക്കലത്തെ ഫുഡ് എന്ത് ചെയ്യും, അവർ കഴിക്കേണ്ടി വരില്ല. കാരണം അപ്പോഴേക്കും കുട്ടിയുടെ ഒരു സ്റ്റൊക്കെ ഫില്ലായി പോകും. അപ്പൊ അങ്ങനെ അപ്പൊ മീനിനെ സ്കിപ്പ് ചെയ്യേണ്ടി വരും. പിന്നെ ജങ്ക് ഫുഡ് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാണ്ടിരിക്കും. എന്നാൽ ജങ്ക് ഫുഡ് ഹോട്ടൽസിലൊക്കെ നമ്മൾ വാങ്ങിച്ചു കഴിക്കുന്ന ഫുഡ്, അതുപോലെ തന്നെ പെട്ടെന്ന് ഈസി, അതായത് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്ത് കിട്ടുന്ന ഫുഡുകൾ, ലൈക്ക് ഇപ്പൊ നൂഡിൽസ് ഒക്കെ കുട്ടികൾ ഇങ്ങനെ എപ്പോഴും ഉണ്ടാക്കി തരാനൊക്കെ പറയും. കാരണം എന്താ, 5 minutes കൊണ്ട് പണിയും നമുക്ക് തീരും. അത് നിങ്ങൾ, പക്ഷെ അതങ്ങനെ ഒരു ശരിക്കും പറഞ്ഞാൽ അത് ഒരു ഹെവി ആയിട്ട് അങ്ങനെ കിടക്കും. അപ്പൊ ആ സമയം അങ്ങനെയുള്ള കാര്യങ്ങൾ, ജങ്ക് ഫുഡുകൾ, ഒത്തിരി സ്വീറ്റ്സ് ആയിട്ടുള്ള ഫുഡൊക്കെ അവരിൽ നിന്ന് ഒഴിവാക്കുക. അത് മാത്രമല്ല അവരെ ഇങ്ങനെ എന്താ പറയാ, ഈ ഫുഡ് ടൈമൊക്കെ കൃത്യമായിട്ട് കൊടുക്കുന്ന സമയത്ത് അത് എവിടെ നിന്നാണ് എന്താണെന്നൊക്കെ ഉറപ്പുവരുത്തി അതനുസരിച്ചിട്ടുള്ള ഫുഡുകളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ നോക്കുക. ആൻഡ് ഓൾസോ ഡോണ്ട് അലൗ ദം ടു സ്കിപ്പ് ദ ബ്രേക്ക്ഫാസ്റ്റ്. തീർച്ചയായിട്ടും കുട്ടികളുടെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. രാവിലെ കുട്ടികൾ സ്കൂളിലൊക്കെ വരുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ ഇല്ലേ, കഴിക്കാതെ വരാൻ പാടില്ല. അത് അവരുടെ പാരന്റ്സിനെയും നോട്ടിഫൈ ചെയ്യുക. കുട്ടികളോടൊക്കെ കുഞ്ഞു പിള്ളേരല്ലേ, 3.5 ഒക്കെ വയസ്സൊക്കെ തുടങ്ങിയിട്ടുള്ള പിള്ളേർ വന്ന് സ്കൂളിൽ ചേരുക, തീർച്ചയായിട്ടും അവരോട് പറഞ്ഞു കൊടുക്കണം. അവരുടെ പാരന്റ്സിനോടും പറഞ്ഞു. രാവിലെ കുട്ടി കഴിക്കാതെയാണോ വന്നേ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, കുട്ടി ഇന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, അതൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കുക. ആൻഡ് കുട്ടികളെപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് പ്രത്യേകത എന്താണ്, കഴിക്കുമ്പോ തന്നെ പുറത്തൊക്കെ പോയിട്ട് ഫുഡൊക്കെ കഴിക്കും. പക്ഷെ കുട്ടികൾ ദേ ലൈക്ക് ടു എൻജോയ് ഫുഡ് വിത്ത് ദെയർ ഫാമിലി മെമ്പേഴ്സ്. അവരുടെ കൂടെ അച്ഛനമ്മമാരുടെ കൂടെ ഒക്കെ ഇരുന്ന് കഴിക്കുമ്പോ അങ്ങനെയൊക്കെയാണ്. അല്ലെങ്കിൽ മാത്രമല്ല, അല്ലെങ്കിൽ പിന്നെ അവരുടെ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ഇരുന്ന് ഒരുമിച്ച് ഫുഡ് കഴിക്കാനാണ് അവർ താല്പര്യപ്പെടുക. അപ്പൊ അങ്ങനെയൊക്കെ ഇരുത്തി അവരെ ഫുഡ് കഴിപ്പിക്കുക. ആൻഡ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതിൽ വെറൈറ്റി കൊണ്ടുവരിക. ഫുഡിന്റെ കളറും ടെക്സ്ചറൊക്കെ ഇങ്ങനെ മാറ്റി മറിച്ചൊക്കെ കൊടുക്കുക. കളർഫുൾ ആയിട്ടുള്ളത് ടെക്സ്ചർ മാറ്റി വന്നപ്പോ ചില ആൾക്കാരൊക്കെ, അമ്മമാരൊക്കെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ എടുത്ത് കണ്ടിട്ടുണ്ട്. കുട്ടികളെ സന്തോഷിപ്പിക്കാനായിട്ട് ഇപ്പൊ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ദോശയുടെ ഷേപ്പ് ഒക്കെ മാറ്റി അല്ലെ, ചില കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ ഷേപ്പൊക്കെ ഉണ്ടാക്കി വരാൻ ആൾക്കാർ ദോശ ഇട്ട് കൊടുക്കും അമ്മമാര്. കാരണം എന്താ, അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഈ അരിയും ഉഴുന്നും ഒക്കെ കൂടി ചേർത്തിട്ട് ആ ഉഴുന്നിൻ്റെതായ സ്വാദനമൊക്കെ നമ്മുടെ ശരീരത്തിൽ എത്തണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അതൊക്കെ കൂടി മിക്സ് ചെയ്ത് ചില കുട്ടികൾ ദോശ ഇഡ്ഡലി ഒന്നും ഇപ്പൊ വേണ്ട. അപ്പൊ അത് എങ്ങനെയെങ്കിലും ഉള്ളിൽ ഇച്ചിരിയെങ്കിലും ചെല്ലട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും, പല ഷേപ്സ്, ഹാർട്ടിന്റെ ഷേപ്പ്, ചില ആനിമൽസിന്റെ ഷേപ്പ് പോലെയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയൊക്കെ വെച്ചു കൊടുക്കും അല്ലെ. മിക്കി മൗസിന്റെ ചെവിയും ആ മുഖമൊക്കെ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ എന്ത് ചെയ്യും, കുട്ടികൾക്ക് കുറച്ച് താല്പര്യം കാണും. ആ ഒരു ഇത് കണ്ടിട്ടെങ്കിൽ അവരെ സന്തോഷിപ്പിച്ചൊക്കെ ഫുഡ് കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം ടെക്സ്ചർ വെറൈറ്റി ഒക്കെ മാറ്റി മാറ്റി കൊടുക്കുക. ആൻഡ് ഓൾസോ അലൗ ദം ടു വാഷ് ഹാൻഡ്സ് ഫോർ ആൻഡ് ആഫ്റ്റർ ഈറ്റിംഗ്. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ഭക്ഷണം കഴിച്ചതിന് ശേഷമൊക്കെ കൈയും മുഖവും വായും പല്ലും ഒക്കെ നന്നായി വൃത്തിയാക്കണം എന്നൊക്കെ പഠിപ്പിക്കണം അവരെ. അതിന് വേണ്ടിയിട്ട് സഹായിക്കണം. അതൊക്കെ മനസ്സിലാക്കി ആ ചെറിയ ക്ലാസ്സുകളിലെ തുടങ്ങി നമ്മൾ കൊടുക്കണം. അത് വീട്ടിൽ നിന്ന് കുറച്ചൊക്കെ അവർ ശീലിച്ചിട്ടുണ്ടാവും. സ്കൂളിൽ എത്തുമ്പോഴും അത് നമ്മളെ അവരെ കൊണ്ട് ശീലിപ്പിക്കണം. മാത്രമല്ല ഫുഡ് അധികം എന്താ പറയാ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അത് അവരുടെയൊക്കെ വാരി തൂവിയൊക്കെ ഇട്ട് ഒക്കെ കളയാതെ, വേസ്റ്റ് ആക്കി കളയാതെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും പഠിപ്പിക്കണം കുട്ടികളെ. മറ്റൊരു കാര്യമാണ്, അത് സ്കൂളിൽ നിന്ന് തന്നെ കുട്ടികൾ പഠിക്കേണ്ട കാര്യമാണ്. ഫോർ മൈൻഡ് ഓഫ് ഷെയറിങ്. അവർക്ക് അങ്ങനെ ഒരു മനസ്സുകൊണ്ട് വരാം. ഷെയറിങ്, ഫുഡ് അവരുമായിട്ടൊക്കെ ഷെയർ ചെയ്തൊക്കെ കഴിക്കുന്ന ആ ഒരു ശീലം അത് കുട്ടികളിൽ വളർത്തിയെടുക്കുന്നത് നല്ലതാണ്. കാരണം ആഫ്റ്റർവേർഡ്സ് അങ്ങനെ ഒരു മൈൻഡ് അവർക്ക് വരും. ഇത് മാത്രമല്ല മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ. അപ്പോ അതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് കുട്ടികളുടെ
എന്താ പറയാ ഫുഡ് ഹാബിറ്റിൽ ഉൾപ്പെടുത്തേണ്ട ചില നിർദ്ദേശങ്ങളും സജഷൻസും ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? ക്ലിയർ അല്ലേ? ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? രേവതി ഒന്ന് വായിക്കാമോ? Okay. It's better to avoid strong flavors and too many spices. Too hot and too cold food should also be avoided. Food should be prepared depending upon the dislikes of the child. The child should never be forced to eat. In order to develop taste, less likable foods can be offered when the child is very hungry, followed by more likable foods. By this age, children are able to feed themselves independently and this should be aided. Care should be taken to see that mealtimes are calm. It is better to serve nutritious snacks in between meals, but children should not be allowed to highlight snacks instead of meals. Junk food and too many sweet foods should also not be preferred. At the same time, food should not be used as a source of benefit or punishment. Consent should be taken that the child does not skip breakfast. Children usually enjoy food when all family members, many children in their center, eat together. Variety in type, preparation, color, texture, and shape of food also makes them feel happy. Washing hands before and after eating and the cleaning of teeth after feed can be aided. Children can also be encouraged to share food and not to spill and waste food. ക്ലിയർ ആയോ? വായിച്ചപ്പോ ഒന്നുകൂടി മനസ്സിലായില്ല എല്ലാവർക്കും? ഓക്കെ അല്ലേ? യെസ്, ഓക്കെ. അപ്പൊ നമ്മുടെ ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. കുട്ടികളുടെ എന്താ പറയാ, അവരുടെ ഫുഡും അവരുടെ ആരോഗ്യവും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്. അവർ കഴിക്കുന്ന ഫുഡിൽ നിന്നാണ് അവർക്ക് കിട്ടേണ്ടതായ ആരോഗ്യം എന്തിനു വേണ്ടിയിട്ടാ? അവരുടെ ആക്ടിവിറ്റീസ് ചെയ്യാൻ. അവര് ഓടിച്ചാടി നടക്കുന്നു. കുട്ടികൾക്ക് കൂടുതൽ ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ട്. നമ്മളെ പോലെയല്ല, നമ്മളെവിടെയെങ്കിലൊക്കെ നിന്നോ ഇരുന്നൊക്കെ ചെയ്യുന്നു. പക്ഷെ കുട്ടികളാകുമ്പോൾ അവരെപ്പോഴും ഇങ്ങനെ എനർജറ്റിക് ആയിട്ട് ഇങ്ങനെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഒക്കെ നടക്കും. ഓടി ചാടി എല്ലാ കാര്യവും അവർ ഉപയോഗിക്കുന്നുണ്ട്. ബുദ്ധി മാത്രമല്ല, അവരുടെ ശാരീരികമായിട്ടുള്ള പല കാര്യങ്ങളും അവർ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ദേ നീഡ് മോർ എനർജി. അവർക്ക് നമ്മളെക്കാൾ കൂടുതൽ എനർജിയും വേണം അതനുസരിച്ച്. അതുകൊണ്ടാണ് പറയുന്നത് അവരുടെ ഡയറ്റിനകത്ത് ഈ പറയുന്ന എല്ലാ കണ്ടന്റുകളും കൃത്യമായി എത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനാണ് ഈ പറയുന്ന ഫുഡ് ഐറ്റംസിന്റെ പേരുകൾ വരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, യെല്ലോ ഫ്രൂട്ട്സ്, പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ യെല്ലോ ഓറഞ്ച് കളറിലുള്ള വെജിറ്റബിൾസ്, ഇതൊക്കെ കണ്ടന്റുകൾ അവരുടെ ശരീരത്തിൽ എത്തണം. അത് അവരുടെ ഇഷ്ടപ്പെട്ട രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് പാരന്റ്സ് ചെയ്യേണ്ട കാര്യം, ഉത്തരവാദിത്തം. മനസ്സിലായി? ഇഷ്ടപ്പെട്ട രീതിയിൽ. ചിലപ്പോ ഇന്ന രീതിയിൽ ഇഷ്ടാവില്ല, വേറെ രീതിയിലാണെങ്കിലും അത് അകത്തേക്ക് പോകും. ആ രീതിയിൽ ഇതെല്ലാം കൂടി ഒരുമിച്ച് ഒരു നേരം കൊണ്ട് പിള്ളേർക്ക് കൊടുക്കാതെ അവരെ എംഫസൈസ് ചെയ്ത് കൂടുതൽ ഉന്തി തള്ളിയൊക്കെ പണിഷ്മെന്റ് ഒക്കെ കൊടുത്തൊക്കെ ചെയ്യിപ്പിക്കുന്നത് കാര്യമല്ല. അതല്ല കാര്യം. അത് പല ഫ്രീക്വന്റ് ആയിട്ടുള്ള ചെറിയ യൂണിറ്റുകളായിട്ട് തിരിച്ച് ഡിവൈഡ് ചെയ്ത് പല സമയത്തായിട്ട് കൊടുക്കുക. പിന്നെ ജങ്ക് ഫുഡുകൾ അധികം കൊടുക്കാതിരിക്കുക. എന്തെങ്കിലും കഴിച്ചാൽ മതി, പിള്ളേര് വിശപ്പ് അറിയാൻ പോരെ എന്ന് വിചാരിച്ചിട്ട് ഉച്ചക്കത്തെ മീൽസ് കട്ട് ചെയ്തിട്ട് അവിടെ എന്തെങ്കിലും സ്നാക്ക് ഉണ്ടാക്കി കൊടുക്കുക, അത് വേണ്ട. അതിനേക്കാൾ നല്ലത് അതിന്റെ ഇടയിൽ ഉച്ചക്കലത്തെ ഫുഡ് കഴിക്കുമ്പോൾ അതെന്താണ് നമ്മുടെ വീട്ടില് ബാക്കിയുള്ളവരൊക്കെ കഴിക്കുന്നത്, അതെന്താണ് വേണ്ട അത് തന്നെ കൊടുക്കുക. സ്നാക്സ് വേറെ സമയത്താണ് കൊടുക്കേണ്ടത്. അപ്പൊ അതിന് അവര് കൂടുതൽ അത് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നുള്ളതൊക്കെയാണ്. ഓക്കെ, അപ്പൊ ഇതായിരുന്നു നമ്മുടെ ചാപ്റ്റർ. ഇനി നമുക്ക് നമ്മുടെ കഴിഞ്ഞ ചാപ്റ്ററിൽ ഏതാണ് ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടിരുന്നില്ലേ? തന്നിട്ടോ? സ്വപ്ന ഒന്ന് വായിക്കാമോ? ആ ക്വസ്റ്റ്യൻസും ഒന്ന് ആൻസർ ഒന്ന് വായിക്കാമോ സ്വപ്ന? എടുക്കട്ടെ. ക്വസ്റ്റ്യനും ആൻസറും വായിക്കട്ടെ. മിസ്സേ വേറെ ബുക്കാലാ മിസ്സേ, ലേറ്റായി ക്ലാസ്സിൽ കയറിയോണ്ട്.
ബുക്ക് കണ്ടില്ല. റെനില ഒന്ന് വായിക്കാമോ? റെനില വായിക്കാം മിസ്സേ. യെസ്, വായിക്കും. First question, the quantity of food eaten is calculated is dash. Answer calorie. കാലോറീസ് കറക്റ്റ് ആണ്. നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് കലോറീസിലാണ്. യെസ്. Second question, the process by which food is used in human body is called dash. Metabolism. മെറ്റാബോളിസം കറക്റ്റ് ആൻസർ ആണ്. Third question, എല്ലാവരും നോക്കിയേക്കണേ, ചെക്ക് ചെയ്യണേ നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. preschool children should be given food which is wealthy in dash. അതില് carbohydrate, proteins, minerals and vitamins. യെസ്, വെരി ഗുഡ്, കറക്റ്റ് ആണ്. Fourth question, dash are the constituents of food. Protein. Answer കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ഫുഡിനകത്ത് protein. ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ്, മിനറൽസ്, സാൾട്ട്, വൈറ്റമിൻസ് ഇല്ലേ മിസ്? എല്ലാം കൂടിയല്ലേ? ഫുഡിന്റെ എല്ലാ ഘടകങ്ങളും എഴുതണം കേട്ടോ. എല്ലാം വേണേ. പ്രോട്ടീൻസ് ഉണ്ട്, പക്ഷെ പ്രോട്ടീൻസിന്റെ കൂടെ ഫാറ്റ്, മിനറൽ സോൾട്ട്, വൈറ്റമിൻസ് ഒക്കെ എഴുതണേ. Okay miss. ഓക്കെ, അടുത്തത്. Fifth question, dash increase the cholesterol contents of blood. Saturated fat. Saturated fats. Okay. Fat. Then Sixth, carbohydrates are made up of dash. Carbon. ഹൈഡ്രജൻ, ഓക്സിജൻ ഇല്ലേ? Oxygen. കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ വെച്ച് ഉണ്ടാക്കിയതാണെന്നാണ് ചോദിക്കുന്നത്. കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. Okay, thank you. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ വേഗം എഴുതിക്കോ, പെട്ടെന്ന് വേഗം എഴുതിക്കോ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ആ ചാപ്റ്ററിൽ തന്നെയാണ്, അതിന്റെ കഴിഞ്ഞ അത് ഈ ചാപ്റ്ററിലില്ല. യെസ്, അപ്പൊ ഇന്നത്തെ ബാക്കി ക്വസ്റ്റ്യൻസ് എഴുതി വെക്കുക. ഡാഷ് ആർ ദ ടൈപ്സ് ഓഫ് വൈറ്റമിൻസ്. Dash are the type, TYPES, types of vitamins. Dash are the types of vitamins. Vitamins രണ്ട് രീതിയിലുണ്ടെന്ന് നമ്മൾ പഠിച്ചിരുന്നു. അതൊക്കെയാണ്. പിന്നെ ഇതൊക്കെയാണ് അവിടെ എഴുതി വെച്ചാൽ മതി. നിങ്ങൾ ഉത്തരം ഇപ്പൊ പറയേണ്ട ആവശ്യമില്ല. Dash are the types of vitamins. Second question. അടുത്തത്, fat soluble vitamins are fat soluble, SOLUBLE. Fat soluble vitamins are dash. Fat soluble ആയിട്ടുള്ള വൈറ്റമിൻസ് ഏതൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ എല്ലാം എഴുതിക്കോ കേട്ടോ. എല്ലാം എഴുതിക്കോ. ആൻസർ എഴുതുമ്പോ എല്ലാം എഴുതിക്കോ. നേരത്തെ കാർബോഹൈഡ്രേറ്റ്സിന്റെ ഉണ്ടാക്കിയിരിക്കുന്നത് ഏതൊക്കെയാണ് അത് മുഴുവൻ 3 എഴുതണം. അതുപോലെ തന്നെ ഇവിടെ ഫാറ്റ് സൊല്യൂബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് ഏതൊക്കെയാണോ അതെല്ലാം എഴുതണം. ഓക്കെ, ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസ് ആർ ഡാഷ്. അടുത്തത്, dash is, അടുത്ത ക്വസ്റ്റ്യൻ, dash is calculated. Dash is calculated to meet MEET, to meet the nutritional requirements, NUTRITIONal nutritional requirements for growth and development. Dash is calculated to meet the nutritional requirements for growth and development. അടുത്തത്, നെക്സ്റ്റ് വൺ കേട്ടോ.
the food which contains all required nutrients, food which contains all required nutrients and has the essential calorie, essential calorie values is called dash. മാം ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയുക. The food which contains all required nutrients, nutrients, and has the essential calorie values is called dash. Okay. And at the question, while selecting food items, dash should be taken into account. While selecting food items, dash should be taken into account when it is meant for children. When it is meant, MEANT, meant for children. കുട്ടികൾക്കുള്ള ഭക്ഷണ സാധനങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോ, ഫുഡ് ഐറ്റംസ് തിരഞ്ഞെടുക്കുമ്പോ എന്തൊക്കെയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, പരിഗണിക്കേണ്ടത്? രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് എവിടെയെന്ന് നിങ്ങൾ നോക്കി കണ്ടുപിടിച്ച ഉത്തരം കൃത്യമായിട്ട്. ഓക്കെ, ആ ക്വസ്റ്റ്യൻ ആണോ? പറയാം. While selecting food items, dash should be taken into account. Dash, അവിടെ ഒരു dash ഉണ്ട്. Dash should be taken into account when it is meant for children. Okay, Okay. എത്ര ക്വസ്റ്റ്യൻ എഴുതി നമ്മളിപ്പോ? ഇന്ന് 5 ക്വസ്റ്റ്യൻസ് എഴുതിയല്ലോ. ഓക്കെ, റൈറ്റ്. അപ്പൊ 5 ക്വസ്റ്റ്യൻസ് നമ്മൾ എഴുതി. ഇനി അത് കൂടാതെ ഞാൻ വേറൊരു ആക്ടിവിറ്റി കൂടി നിങ്ങൾക്ക് തരാണ്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ചെയ്യുന്ന ആക്ടിവിറ്റി തന്നെയാണ്. അതായത് നമ്മുടെ ആ പാഠത്തിന്റെ ഏറ്റവും ലാസ്റ്റ് പേജിലെ ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഫോർ ചിൽഡ്രൻ എന്ന് പറഞ്ഞ ഒരു ടേബിൾ കണ്ടിരുന്നു അല്ലെ? കേട്ടോ, കുട്ടികളുടെ ബാലൻസ്ഡ് ഡയറ്റിന് വേണ്ടി ഒരു ടേബിൾ അവിടെ കൊടുത്തിരുന്നു. അത് ഐ ഓൾസോ ഫീൽ ദാറ്റ് അത് കറക്റ്റ് ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് വീണ്ടും ഒരു ഇതാണ്. അതായത് ചേഞ്ച്, ഇപ്പൊ മാറ്റങ്ങളുണ്ടോ, ഇങ്ങനെ തന്നെയാണോ, പണ്ടത്തതിന് പോലെ തന്നെയാണോ എന്ന് കണ്ടുപിടിക്കണം നമുക്ക്. അപ്പൊ നിങ്ങൾ അതൊന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് വരാം. ദാറ്റ് മീൻസ് അതായത് ഫുഡ് സ്റ്റഫ് എന്ന് വെച്ചാൽ ഭക്ഷണ പദാർത്ഥങ്ങളുടെ പേരുകൾ ആദ്യത്തെ കൊളത്തിൽ കൊടുത്തിട്ട് പൾസസ്, സിറിയൽസ്, ഗ്രീൻ വെജിറ്റബിൾസ്, മറ്റ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മിൽക്ക്, പിന്നെ ഓയിൽ ആൻഡ് ഫാറ്റ്, മീറ്റ്, ഫിഷ്, ഷുഗർ ആൻഡ് ജാഗറി, ഇങ്ങനെയുള്ള കണ്ടന്റുകൾ എത്ര വേണം. 1 മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എന്തളവിൽ വേണം, 4 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഏതളവിൽ വേണം.
ഒന്ന് കണ്ടുപിടിച്ചുകൊണ്ട് വരാമോ? ഇത് അതുമായിട്ട് നമുക്ക് എന്നിട്ട് കമ്പയർ ചെയ്യാം അടുത്ത ക്ലാസ്സിൽ. പറ്റൂലേ നിങ്ങൾക്ക്? അതിപ്പോ എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ്. അതിന് ഞാൻ ഇനി സ്പെഷ്യൽ ആയിട്ട് ആരെയും പറയത്തില്ല. ബിക്കോസ് കഴിഞ്ഞ ദിവസം നമ്മളൊരു ആക്ടിവിറ്റി കുറച്ച് സ്പെഷ്യൽ ആളുകളെ കൺസിഡർ ചെയ്തിട്ടാ തന്നെ. എങ്ങനെ തന്നു? കുഞ്ഞു വാവകൾ മുതൽ ഒരു 6-7 വയസ്സ് വരെയുള്ള കുട്ടികളാണ് അതിന്റെ ചാർട്ടൊക്കെ വളരെ മനോഹരമായിട്ട് അവരിത് തയ്യാറാക്കി കൊണ്ടുവന്നു. അത് പ്രസന്റ് ചെയ്തു അല്ലെ? പക്ഷേ എല്ലാവർക്കും കൂടി കൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റിയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും നോക്കുക. എല്ലാവരും എന്നിട്ട് നോക്കിയിട്ട് നമുക്ക് ഇവിടെ കൊണ്ടിട്ട് നോക്കാം. ഓരോരുത്തർ നിങ്ങൾ അവിടെ ഡിസ്കസ് ചെയ്യണ്ട നിങ്ങളുടെ ഗ്രൂപ്പിലൊന്നും. ബിക്കോസ് ഇപ്പൊ ഒരാള് നോക്കി കൊണ്ടുവന്നു പൾസസ് 1 മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇത്ര പൾസസ് അവരുടെ ശരീരത്തിലേക്ക് എത്തണം, അവരുടെ ഫുഡ് ഐറ്റത്തിൽ ഇത്രയും പൾസസ് ഉൾപ്പെടുത്തണം. മറ്റേത് 4 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ അവർക്ക് വേണ്ട പൾസസിന്റെ ഒരു റിക്വയർമെന്റ് ഇത്രയാണ്. അത് കണ്ടെത്തി. ചിലപ്പോ അത് രണ്ടും എല്ലാവരും കണ്ടെത്തിയത് എല്ലാം ഈക്വൽ ആണെന്നൊക്കെ നമ്മൾ അറിയണ്ടേ? വേണോ? അറിയണമല്ലോ. അവർ ടേബിൾ ലാസ്റ്റ് കൊടുത്തത് കൊണ്ട് എനിക്ക് ചില ഡൗട്ട് ഉണ്ട് അവിടെ. ആ ഡൗട്ട്സ് നമുക്കൊന്ന് ക്ലിയർ ചെയ്യാൻ നിങ്ങൾ തന്നെ പ്രാക്ടിക്കലായിട്ടൊന്ന് ചെയ്തെടുക്കുക. അതൊന്ന് ചെയ്തിട്ട് ആ ഒരു ടേബിൾ മാത്രം, ഇവിടെ കിടക്കുന്ന കണ്ടന്റുകൾ മാത്രം മതി കേട്ടോ. ഇത് മാത്രം മതി. ഫുഡ് സ്റ്റെപ്പ് ഇത് തന്നെ. പൾസസ്, സീരിയൽസ്, വെജിറ്റബിൾസ്, ഗ്രീൻ ഉണ്ട്, മറ്റു വെജിറ്റബിൾസ് ഉണ്ട്, ഫ്രൂട്ട്സ്, മിൽക്ക്, പിന്നെ ഓയില്, പിന്നെ ജാഗറി, ഷുഗർ, പിന്നെ മീറ്റ്, ഫിഷ് ഒക്കെ. ഇത് തന്നെ ആണ് ഫുഡ് ഐറ്റംസ്. ഇത് തന്നെ. പക്ഷെ ഈ കൊടുത്തിരിക്കുന്ന ഈ ചാർട്ടില് 1 to 3 ഇയേഴ്സിനും 4 to 6 ഇയേഴ്സിനും ഈ പറയുന്ന അതേ കണ്ടന്റ് തന്നെയാണോ ഉള്ളത് നമുക്കൊന്ന് പരിശോധിക്കാനായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതുകൂടി ഒന്ന് ചെയ്തിട്ട് വരാം. അപ്പൊ ഈ 5 ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ഈ ഒരു എക്സ്ട്രാ ആക്ടിവിറ്റി അതെല്ലാവരും ചെയ്യണം കേട്ടോ. എല്ലാവരും ചെയ്യണം. ഞാൻ പറയുന്ന ആളപ്പോ തന്നെ പെട്ടെന്ന് അതൊന്ന് എടുത്തൊന്ന് ഷെയർ ചെയ്യണം. ഓക്കെ, വായിക്കണം. നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം എല്ലാവരെയൊക്കെ ആയിട്ട് ഒരുപോലെയാണെന്ന്. ഓക്കെ, മനസ്സിലായോ? ഞാൻ പറഞ്ഞത് മനസ്സിലായോ നിങ്ങൾക്ക്? ക്ലിയർ ആയില്ലേ? Clear. ഓക്കെ. അപ്പൊ നമുക്ക് ഉള്ള ഒരു ആക്ടിവിറ്റി ആണ്. അടുത്ത ക്ലാസ് നമുക്ക് ഈ ചാപ്റ്റർ തുടങ്ങാം. ഈ പറയുന്ന ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് ചെയ്താൽ, കൂടാതെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, ആക്ടിവിറ്റിയും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചെയ്യാം. അപ്പൊ ഇതുപോലെ എല്ലാ ചാപ്റ്ററിലും നമുക്ക് ഓരോ ആക്ടിവിറ്റീസ് നമുക്ക് ഉണ്ടാവും ചെയ്യാനായിട്ട്. നേരത്തെ നമ്മള് കുട്ടികൾക്ക് കൊടുക്കുന്ന എന്താ പറയാ, അവരുടെ ഹെൽത്തിന്, ആരോഗ്യത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ചില ഇമ്മ്യൂണൈസേഷൻസ് ഒക്കെ നമ്മൾ പറഞ്ഞു ആ ചാപ്റ്ററിൽ. അതുപോലെ നമുക്ക് ഇവിടെ ഫുഡിനെ കുറിച്ച് അറിയണമല്ലോ. ആരോഗ്യവും ഫുഡും ഒക്കെ തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ചാപ്റ്റർ നമുക്ക് എങ്ങനെയാണ്, ശരിയാണോ എന്ന് നോക്കാം. ഓക്കെ, യെസ്. അപ്പോ പിന്നെന്താ, അപ്പൊ നമ്മളുടെ പുതിയ ചാപ്റ്റർ തുറക്കാൻ അപ്പൊ അത് അടുത്ത ആൾക്ക് വാങ്ങിച്ചിട്ട് വേണം. യെസ്. അപ്പൊ നമുക്ക് ഇന്ന് പിരിയുന്നതിന് മുമ്പ് എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആരെങ്കിലും പ്രിപ്പയർഡ് ആണോ? നല്ല മനോഹരമായിട്ടൊക്കെ പാടുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട് കേട്ടോ. കണ്ട ആ പ്രയാസം എന്ത് ഭംഗിയായിട്ട് അത് പറഞ്ഞത്, അല്ല ചൊല്ലിയത് അലീസ അല്ലെ? അലീസ അല്ലേ പാടിയത്? അതെ, മനോഹരമായിട്ട്. അപ്പൊ അതുപോലെ ഇഷ്ടം പോലെ കണ്ടോ, പിടിച്ചതിലും വലുതാണ് അളയിലിരിക്കുന്നത് എന്ന് ഞാൻ പറയേണ്ടി വരും അല്ലെ? പുറത്തേക്ക് വരുന്ന ഓരോരുത്തരും ഇതുപോലെ നല്ല നല്ല കേപ്പബിലിറ്റീസ് ഉള്ള ആളുകളൊക്കെ ഉണ്ട്. നമ്മള് എപ്പോഴും അങ്ങനെ വിചാരിക്കണം. നമ്മളെക്കാൾ ഒരുപാട് കഴിവുള്ള ആൾക്കാരൊക്കെ നമ്മളുടെ കൂടെ ഉള്ളത് കണ്ടോ, ഇപ്പൊ തെളിയിച്ചില്ലേ? അതുപോലെ അപ്പൊ നമുക്ക് വേഗം കഴിഞ്ഞ ദിവസം എന്നെ പറ്റിച്ച് ആരും പാടില്ല, പാട്ട് പാടുകയോ എന്തെങ്കിലും ഒരു ചെറിയ കഥയാണെങ്കിലും കുഞ്ഞു പിള്ളേർക്കൊക്കെ നമ്മളിപ്പോ പഠിപ്പിക്കാൻ പോവുകയാണ് മോണ്ടിസോറി ഒക്കെ, അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ചെറിയ കഥയാണെങ്കിലും മതി. ചിലപ്പോ നമ്മൾ കേൾക്കാത്ത വല്ല കഥകളൊക്കെ ആയിരിക്കേ. അതുകൊണ്ട് അതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. വേഗം ആവട്ടെ, അങ്ങോട്ട് ചാടി ചാടി വാ, ചിരിച്ചിരിക്കും നിക്കണം പിള്ളേര്. ആരുമില്ല. സ്വപ്ന എന്തെങ്കിലും പറയണ്ടോ? സ്വപ്ന എന്തെങ്കിലും ഒന്ന് അല്ല പാട്ടോ അല്ല കഥയോ? ഒന്നുമില്ല. ഇല്ല ഒന്നുമില്ല. പ്രിപ്പയർ ആയിട്ടില്ല. പ്രിപ്പയർഡ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങളുടെ ഗ്രൂപ്പിൽ നിങ്ങൾ എന്നെ ഒന്ന് ഡിസ്കസ് ചെയ്തേ. ഞാൻ ഇന്നോസ് ഞാൻ ചെയ്യാം. ഈ മോണ്ടിസോറിയിലെ കുട്ടികളൊക്കെ ഭയങ്കര എനർജറ്റിക് ആൻഡ് സ്മാർട്ട് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അത്രയും അങ്ങനത്തെ ഒരു ആൾക്കാർക്ക് കൈകാര്യം ചെയ്യാൻ പോണത്. വേറെ ടു സ്മാർട്ട്, ഭയങ്കര സ്മാർട്ട് ആയിരിക്കും കൊച്ചുകുട്ടികളൊക്കെ. പിള്ളേരൊക്കെ ഇങ്ങനെ ഓടിച്ചാടിയും ആക്റ്റീവായിട്ട് എല്ലാം സംസാരത്തിലാണെങ്കിലും അങ്ങനെ നടക്കണം പിള്ളേര്. അപ്പൊ നമ്മളും അങ്ങനെയാ. കാരണം നമ്മൾ അവരുടെ കൂടെ ആണല്ലോ കൂടുതൽ സമയം ചെലവഴിക്കണ്ടേ. നമ്മളും അങ്ങനെ ആയി പോകും, ആയി തീരണം. ആരെങ്കിലും വേഗം ഞാൻ ഒരു കാര്യം പറയാം. പറയും. അലീസ തന്നെയാണ് ഇന്നത്തെ സ്റ്റാർ. അലീസ വീണ്ടും
ഞാൻ എന്റെ ഒരു പേഴ്സണൽ കാര്യത്തിൽ നിന്ന് പറയുന്നതാണേ. ഓക്കെ, വെരി ഗുഡ്. അതാണ് നമുക്ക് ഇഷ്ടം. ഓരോരുത്തരും അവരവരുടെ എക്സ്പീരിയൻസ് എന്തെങ്കിലും അതെ ഇതുപോലുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതോ നിങ്ങളുടേതായ എന്താ പറയാ ഹാപ്പി മൊമെന്റുകളോ സാഡ് മൊമെന്റ് വട്ടവർ എന്താണെങ്കിലും ഷെയർ ചെയ്യാം. കുഴപ്പമില്ല. അപ്പൊ എന്റെ പേര് അലീസ. ഞാൻ ഇടുക്കിയിൽ നിന്നാണ്. എന്റെ വീട് ഇടുക്കിയിലാണ്. എനിക്ക് 3 മക്കളുണ്ട്. മൂത്ത കൊച്ചിന് 8 വയസ്സ്, രണ്ടാമത്തെ കൊച്ചിന് 5 വയസ്സ്, ഏറ്റവും ഇളയ കുഞ്ഞിന് 2 വയസ്സ്. അപ്പൊ മൂത്ത കുഞ്ഞ് ഒരു 3 വയസ്സ് വരെ അല്ലെങ്കിൽ 2.5-3 വയസ്സ് വരെ ഞങ്ങൾ ഫോൺ ഒന്നും കൊടുക്കില്ലായിരുന്നു. പക്ഷെ പിന്നീട് സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം ഞങ്ങൾക്ക് ഫോൺ കൊടുക്കേണ്ടി വന്നു. പക്ഷെ അവൾക്ക് അത് ഭയങ്കര അഡിക്റ്റ് ആയി, കുഞ്ഞായിരുന്നു. അപ്പൊ രാത്രി ആണെങ്കിലും ഇവളി ഫോൺ കണ്ടുകൊണ്ടാണ് ഉറങ്ങിക്കൊണ്ടിരുന്നത്. അപ്പൊ ഞാനിങ്ങനെ കുറെ ഓർത്തത് എങ്ങനെ മാറ്റും എന്ന് ഓർത്ത് കഴിഞ്ഞപ്പോ എന്റെ ഹസ്ബൻഡ് നന്നായിട്ട് കഥ പറയുന്ന പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു. അപ്പൊ പിള്ളേർക്ക് എപ്പോഴും കഥ പറഞ്ഞു കൊടുത്തിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാറുള്ളൂ എന്ന് എപ്പോഴും ഞങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യൂ, കൊച്ചിന് ഒരു കഥ പറഞ്ഞു കൊടുക്കാവോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം ഓരോ ദിവസവും ഓരോ കഥ, അബ്രഹാം ലിങ്കന്റെ കഥ, APJ അബ്ദുൽ കലാമിന്റെ കഥ, പിന്നെ ഈ നസ്രുദ്ദീൻ മുല്ലയുടെ കഥകള്, അങ്ങനെ കുറെ കഥകള് ഇങ്ങനെ പറഞ്ഞു തന്നു. അവൾക്ക് ഇപ്പൊ 8 വയസ്സായി, കുഞ്ഞിന് രണ്ടാമത്തേൾക്ക് 5 വയസ്സായി. ഇപ്പോഴും സെയിം പാറ്റേൺ ആണ്. ഞങ്ങൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് അവൾ എപ്പോഴും പറയും അപ്പ കഥ, അമ്മ കഥ എന്ന് പറഞ്ഞു തരും. അപ്പൊ അവൾക്ക് കഥ പറഞ്ഞു കൊടുക്കണം. ഞാൻ ഇപ്പൊ ഇത്രയും വർഷമായി പറഞ്ഞ കഥ തന്നെ റിപ്പീറ്റ് ചെയ്യുമ്പോ അവൾ പറയും ഇത് പറഞ്ഞിട്ടുള്ളതാന്ന് പറയും. അതുകൊണ്ട് ഞങ്ങൾ ഒരു കഥാ ബുക്ക് തന്നെ വാങ്ങിച്ചു ഇവൾക്ക് കഥ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി. ഫുൾ ടൈം ഞങ്ങള് ഒരു കഥ എപ്പോഴും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കും. ഒരു ദിവസം പോലും ഇപ്പൊ കഥ കേൾക്കാതെ രണ്ടുപേരും ഉറങ്ങുകയല്ല. അപ്പൊ ഫോണിന്റെ ഇത് മാറ്റാൻ വേണ്ടിയാണ് ഞങ്ങൾ കഥ പറഞ്ഞു തുടങ്ങിയത്. അപ്പൊ കഥ അല്ലെങ്കിൽ അവൾ പറയും ഒന്നൊരു പാട്ട് പാടി തരണമെന്ന് പറയും. അങ്ങനെ ഓരോ ദിവസം ഞങ്ങൾ പുതിയ കഥകളും പാട്ടുകളും ഇപ്പൊ പഠിച്ച് അവർക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഗ്രൂപ്പില് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, രാത്രി കുട്ടികള് ഫോൺ കണ്ടുകൊണ്ടാണ് കിടന്നുറങ്ങുന്നതെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അവരെ കയ്യിൽ കിടത്തിയിട്ട് ഒരു കഥ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ഒരു പാട്ട് പാടി കൊടുക്കുക. ഓരോ ദിവസവും പുതിയ പുതിയ കഥകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആകും. അവർ അതിൽ നിന്ന് പഠിക്കുകയും ചെയ്യും കാര്യങ്ങൾ. അപ്പൊ ഞങ്ങളിപ്പോ ഫോളോ ചെയ്യുന്നത് അതാണ്. മസ്റ്റ് ആയിട്ട് എത്ര ഉറക്കം വന്നാലും കഥ കേൾക്കാതെ ഉറങ്ങുകയല്ല അവരിപ്പോ. വെരി ഗുഡ്, വെരി ഗുഡ്. അലീസയുടെ ഹസ്ബൻഡിന് ഫസ്റ്റ് ഓഫ് ഓൾ ഹാറ്റ്സ് ഓഫ്. അപ്പൊ അത് തുടങ്ങിയത് പുള്ളിക്കാരനാണ് അല്ലെ? എന്താ ഹസ്ബൻഡിന്റെ പേര്? ജോൺസൺ. ജോൺസൺ. അപ്പൊ ജോൺസൺ പറയണം, വിളിക്കാം, കുഴപ്പമില്ല. എനിക്ക് കണ്ടാല് എനിക്കറിയാം എന്തായാലും നമ്മളെക്കാൾ ഏജ് ഒക്കെ താഴെയായിരിക്കും. അപ്പൊ പറഞ്ഞേക്കണം. അപ്പൊ എന്റെ പ്രത്യേക രീതിയിലുള്ള ഒരു കൺഗ്രാറ്റുലേഷനും അപ്രീസിയേഷനും ആളെ അറിയിക്കണം കേട്ടാ. കാരണം ഇതൊരു വലിയ പ്രശ്നമാണ്. നമ്മള് നിസ്സാരം എന്ന് വിചാരിക്കും. ഇപ്പൊ പറഞ്ഞില്ലേ, ആൾക്ക് തന്നെ ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെ കുട്ടിയുടെ ഈ സ്വഭാവം മാറ്റിയെടുക്കുന്നത്. വളരെ നല്ലൊരു കാര്യമാണ് ഇപ്പൊ അലീസ് ഷെയർ ചെയ്തത്. കാരണം ഇതിപ്പോ നമ്മുടെ ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്ന ഇതുപോലെ ഉള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന നമ്മുടെ പിള്ളേർ തന്നെ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന കുട്ടികളിലൊക്കെ ഉണ്ടായിരിക്കും. അവര് കഷ്ടപ്പെടുന്നുണ്ടാവും ഇതെങ്ങനെ നമ്മൾ മാറ്റിയെടുക്കും, കുട്ടീനെ എങ്ങനെ മാറ്റിയെടുക്കും എന്നൊക്കെ. അപ്പൊ ഇതുപോലെ 1-2 ദിവസമൊക്കെ ചിലപ്പോൾ നമുക്ക് ഇതിന് ബുദ്ധിമുട്ടുണ്ടാവും. അവർ ചിലപ്പോൾ ശ്രദ്ധിക്കില്ല. പക്ഷെ അതിനെ നമ്മൾ അങ്ങനെ ആക്കിയെടുക്കാൻ നമ്മളുടെ കഴിവാണ്. നമ്മളുടെ കുട്ടികൾ ഇത്രയും ചെറുതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനും നമുക്ക് അവരെ നമ്മളുടെ പരിധിയിൽ നിർത്താനും പറ്റിയില്ല എങ്കിൽ, പണ്ട് ആൾക്കാർ പറയുന്ന ഒരു പ്രോവർബ് ഉണ്ട്, അടക്കിയായാൽ മടിയിൽ വെക്കാം, അടയ്ക്കാമയാൽ എന്ത് ചെയ്യും എന്ന് പറയുന്ന പോലെ. അങ്ങനെ തോന്നിപ്പോവും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഇപ്പൊ നമ്മൾക്ക് പറ്റുന്നതാണ് അവരെയൊക്കെ കൺട്രോൾ ചെയ്യാനും മാനേജ് ചെയ്യാനും. തീർച്ചയായിട്ടും ഇതൊരു നല്ലൊരു എന്താ പറയാ, ഈ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. കാരണം കൊച്ചു കുട്ടികളുമായിട്ട് ഡീൽ ചെയ്യേണ്ടവരാണ് നിങ്ങൾ. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം നമ്മൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദം തന്നെയാണ്. വെറുതെ പറഞ്ഞതല്ല. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് നമുക്ക് എല്ലാവരും ഫേസ് ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. അപ്പൊ അത് നമ്മുടെ വീട്ടില് കുഞ്ഞു പിള്ളേര്, നമ്മുടെ സഹോദരന്മാർക്ക് കൊച്ചുകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം. ആ ഒരു അതല്ലെങ്കിലും അങ്ങനെയാ, എന്തെങ്കിലും ഒരു കാര്യം നമ്മളൊരു കാര്യം തുടങ്ങി അത് പതിവാക്കുമ്പോ അത് നമ്മളുടെ ബിഹേവിയറിൽ അലിഞ്ഞു ചേരും. പതിവാക്കണം. പക്ഷെ അത് ഒരു ദിവസം ചെയ്തു, ആ ഒരു ദിവസം എന്നുള്ളത് നമ്മൾ 5 ദിവസമാക്കി വർദ്ധിപ്പിച്ചു. 5 എന്നുള്ളത് 10 ദിവസം നമ്മൾ ഇതേ കാര്യങ്ങൾ ഫോളോ ചെയ്തു. 10 20 ആക്കി, 20 മാസമാക്കി. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അത് ആ കൊച്ചുങ്ങളുടെ ഇതിലേക്ക് യൂസ്ഡ് ടു ആകും. അതൊരു ഹാബിച്വൽ ആയിട്ടുള്ള ഒരു ഇതായിട്ട് മാറും കുട്ടിക്ക്. അപ്പൊ അതൊരു നല്ല കാര്യമല്ലേ? കണ്ടോ, എത്ര എളുപ്പത്തിൽ കാര്യം ചെയ്തു. അതുകൊണ്ടാണ് തോന്നുന്നത് അലീസ് ഇത്ര ഭംഗിയായിട്ട് ആ ഒരു പ്രയർ സോങ് ഇവിടെ നന്നായിട്ട് അവതരിപ്പിച്ചു. കാരണം എന്താ,
അലീസക്ക് ആ കൊച്ചിന് പാട്ട് പാടിയെങ്കിലും കൊടുത്ത്, പാട്ടും കഥയുണ്ടല്ലോ, രണ്ടിലാണെങ്കിലും കുട്ടി സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു പാട്ട് പാടി എന്താ പറയാ, അങ്ങനെയും ഒരു കഴിവ് ഒരാൾക്കുണ്ട്. കണ്ടോ, ഇതൊക്കെ നമുക്ക് ഇതുപോലെയുള്ള പല അനുഭവങ്ങളും ഓരോരുത്തർക്കുണ്ട് കേട്ടോ. അപ്പൊ ഇത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ഞാൻ ഇനി പാട്ട് തന്നെ പാടാൻ പറഞ്ഞുകൊണ്ട് മിസ് അയ്യോ പാട്ട് പാടാനുള്ള കഴിവില്ല. ശരിയാണ്, പാട്ട് പാടാനുള്ള കഴിവില്ലാഞ്ഞിട്ടൊന്നുമല്ല, പാട്ടൊക്കെ എല്ലാവരും പാടും. ഒരു മൂളിപ്പാട്ടൊക്കെ ബാത്റൂം സിംഗേഴ്സ് എന്നൊക്കെ നമ്മൾ പറയും അല്ലെ, അതുപോലും പാടാത്തവരൊന്നും ഉണ്ടാവുമൊന്നുമില്ല. പക്ഷെ ചിലപ്പോഴൊക്കെ നമ്മളുടെ സൗണ്ട് ബോറാണ് എന്ന് എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിക്കും ഇതെങ്ങനെയാ. പക്ഷെ കൂട്ടത്തിലൊക്കെ നിന്ന് എനിക്ക് പാട്ട് കേൾക്കുന്നതും കൂട്ടത്തിൽ നിന്ന് ആരോടെങ്കിലും ഒപ്പം നിന്ന് പാടുന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഒറ്റയ്ക്ക് എന്റെ സൗണ്ട് എനിക്ക് ഇഷ്ടമല്ല, അത് വേറെ കാര്യം. ബാക്കി എന്ത് കാര്യങ്ങളൊക്കെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. പക്ഷെ ആ വലിയ സാഹസത്തിന് ഒറ്റയ്ക്കൊന്നും മുതിരാറില്ല. അതുകൊണ്ടാണ് നിങ്ങൾ പാടാണെങ്കിൽ, അറിയുന്ന പാട്ടാണെങ്കിൽ ഞാൻ ഒപ്പം പാടും, അത് പ്രശ്നമില്ല. ഓക്കെ, അപ്പൊ ഇത് കണ്ടോ, വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നവർക്ക് ഇതൊക്കെ ഒരു ക്യാപ്സൂൾ ആണ്, ശരിക്കും ഒരു മരുന്നാണിത്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് കൊടുത്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഇഷ്ടംപോലെ കഥകളൊക്കെ ഇവര് പഠിച്ചിട്ടുണ്ട്, ഇവര് വായിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ കുട്ടികൾക്കും അത് രസമായിരിക്കും. പണ്ടൊക്കെ അമ്മൂമ്മമാരും ഉപ്പമാരൊക്കെ കുഞ്ഞുങ്ങളൊക്കെ വഴിയിൽ വിളിച്ചിരുത്തിയിരുന്ന കഥ പറഞ്ഞിരുന്ന ഒരു കാലമൊക്കെ നമ്മൾ ഇപ്പൊ അതൊന്നും കാണാൻ പോലുമില്ല. ഉമ്മറത്തൊക്കെ വന്നിരുന്ന വൈകുന്നേരങ്ങളിലാവുമ്പോ ഒരു മുത്തശ്ശി ഉണ്ടെങ്കിൽ അവരുടെ അടുത്തൊരു കൊച്ചുമോനോ ഉണ്ടാവും. അവരിങ്ങനെ ഇരുന്ന് പല കാര്യങ്ങളും പറയുന്നതും ഇവര് കുറെ കാര്യങ്ങൾ അങ്ങോട്ടേക്ക് അങ്ങനെ ഇങ്ങനെ വളരെ ആകാംക്ഷയോടെ കണ്ടും കാത്തും ഉയർത്തി നോക്കിയിരുന്ന് ആ മുഖത്ത് നോക്കിയിരുന്ന് സംസാരിക്കുന്നതൊക്കെ നമ്മൾ കാഴ്ചകളായിരുന്നു. പക്ഷെ ഇന്നതൊന്നും കാണുന്നില്ല. ഒരു വീടുകളിലൊക്കെ വൈകുന്നേരങ്ങളിലാവുമ്പോ എല്ലാ വീടുകളുടെയും ഡോർ ഫ്രണ്ടിൽ അങ്ങനെയൊക്കെ ആയിരിക്കും. പണ്ടൊക്കെ അങ്ങനെയാണോ? അല്ല അല്ലേ? നമ്മുടെ വീടുകളൊക്കെ വാതിലൊക്കെ അങ്ങനെ തുറന്നിട്ട് അതിന്റെ ഉമ്മറത്ത് കൊണ്ടുവന്ന് ഒരു ദീപം കത്തിച്ച് വെച്ച് ഒരു പ്രയർ ചൊല്ലുന്ന ഒരു അമ്മൂമ്മയോ കൊച്ചുമോനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും അല്ലെ? അപ്പൊ അതൊക്കെ കാഴ്ചയാണ്. ആ കാഴ്ചകളൊക്കെ നമുക്ക് ഇല്ല, പക്ഷെ എങ്കിലും ഇതൊക്കെ നമുക്ക് വീണ്ടും നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ അടുത്ത ദിവസങ്ങളിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ, എക്സ്പീരിയൻസ് ചെയ്യാൻ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അതുകൂടി ഉൾപ്പെടുത്താട്ടാ. അപ്പൊ ഓക്കെ അലീസ, താങ്ക് യു ഫോർ യുവർ ഗുഡ് ഒരു എന്താ പറയാ ഒരു മരുന്നാണ്, ഒരു ട്രീറ്റ്മെന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ. ഇതൊരു ട്രീറ്റ്മെന്റ് തന്നെയാണ്. തീർച്ചയായിട്ടും അതെല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ദിവസം കാണാം. അടുത്ത ദിവസത്തേക്ക് നമ്മുടെ ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള എല്ലാം ഒരുങ്ങി എല്ലാവരും വരിക കേട്ടോ, ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങളായിട്ട്. So see you. Bye. Thank you. Thank you, Miss. Thank you, madam. Thank you, ma'am. Thank you. Thank you, Miss. Thank you. Thank you, Miss.